വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. आप सबको जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सर्वप्रथम मैं मेरा नमस्कार देता हूँ. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സുരക്ഷിതരായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. आज इस आराधना समय में जो लोग शामिल होते हैं आप सबको प्रभु आशीष दे. ബീഹാറിൽ പാസ്റ്റർ എബി പി മാത്യുവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മിഷനന്മാർ ഏകദേശം 25 പേരോളം ട്രെയിനിങ്ങിനായി നാട്ടിൽ വന്നിട്ടുള്ളവർ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദിയിൽ കൂടെ ഈ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. डॉक्टर एबी माथ्यू के साथ सेवाएं करने वाला जो उत्तर प्रदेश में सेवाएं करने वाला लगभग 25 से अधिक सेवक और सेविका लोग हमारे बीच में, उनके लिए मलयालम जो प्रचार हिंदी में अनुवाद करने के लिए चाहता हूँ. ഓൺലൈനിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായി വന്ദനം അറിയിക്കുന്നു. जो लोग दूर में बैठ के जो ऑनलाइन में ये सेवाई को अनुभव कर रहे हैं उनको भी नमस्कार देता हूँ. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി വന്ദനം അറിയിക്കുന്നു. दुनिया के भिन्न क्षेत्रों में बैठ के सेवाई में शामिल हो रहे वे लोगों को भी नमस्कार देता हूँ. യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 100 പേര് താഴെ ഓൺലൈനിൽ കാണുന്നുള്ളൂ. എങ്കിലും യോഗം കഴിഞ്ഞ ശേഷം ഏകദേശം 1500, 1700, 2000 പേരോളം നമ്മുടെ ഈ ഓൺലൈൻ ശുശ്രൂഷ അനുഭവിക്കുന്നുണ്ട്. और जो यहाँ पर सभा संपन्न हो रहे तब लगभग 150 से अधिक लोग देखते. उसके बाद लगभग 1500 और 2000 लोग तक इस सभा इस सेवाई का अनुभव करते हैं. ഞങ്ങൾ സ്ഥിരമായി കയറിക്കൊണ്ടിരുന്ന ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മുടെ മെസ്സേജുകളാണ് കേൾക്കുന്നതെന്ന് വിളിച്ചു പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. कुछ लोग हमें सूचना देता है हम लगातार आपका प्रोग्राम को जो आराधना सभा को हम देखते रहते. നമ്മുടെ സഭ ആരാധനയ്ക്ക് നേരിട്ട് വന്ന് പങ്കെടുക്കണമെന്നും വിളിച്ചു പറയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. हम आपसे विनती करते हैं जब आपको समय मिले आप यहाँ पर आके हमारे साथ एक दिन आराधना करें. അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്കെല്ലാം പ്രത്യേകമായി, പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയിൽ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം പ്രത്യേകമായി വന്ദനവും നന്ദി അറിയിക്കുകയാണ്. ऑनलाइन में इस शुश्रूषा जो अनुभव करते हैं उनको प्रत्येक रीति से हम धन्यवाद देते हैं. എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസം ആയിരിക്കണം എന്ന് हम പറഞ്ഞു. प्रार्थना पूर्व यहाँ पर बैठ जाना. ആരാധിച്ച് ക്ഷീണിക്കല്ലേ, ആരാധിച്ച് ബലപ്പെടണം. हम आराधना करके निर्बल न होना और हम बलवंत पार के जाना है. കൃപയ്ക്ക് മേൽ കൃപയും ശക്തിക്ക് മേൽ ശക്തിയും പ്രാപിക്കണം. अनुग्रह ऊपर अनुग्रह और शक्ति के ऊपर शक्ति पाके हमें यहाँ से जाना है. ഒരാഴ്ചത്തേക്കുള്ള അഭിഷേകം ഇവിടുന്ന് ചാർജ് ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട്. और अगले हफ्ते जीने के लिए जो ताकत आपको चाहिए यहाँ से चार्ज करके जाना है. മൊബൈൽ ചാർജ് തീരുമ്പോൾ ചാർജ് ചെയ്യുന്ന പോലെ ഇന്ന് ചാർജ് ആയിട്ട് വേണം പോകാൻ. जैसे आपका हाथ में मोबाइल है, मोबाइल में जब चार्ज खत्म होते अब चार्ज करते, इसी प्रकार आज यहाँ से चार्ज होके ही जाना है. മുഴുവൻ ചാർജും പോയവരിനകത്ത് വന്നിട്ടുണ്ട്. कुछ लोग ऐसे उनका तमाम चार्ज खत्म हुए हैं. ഒരു കട്ട വർക്ക് ചെയ്യുന്നവർ വന്നിട്ടുണ്ട്. थोड़ी सी 10% चार्ज अभी है. 2 കട്ടയെ പിടിച്ച് നിൽക്കുന്നവർ വന്നിട്ടുണ്ട്. कुछ लोग 20% चार्ज में खड़े हैं. അങ്ങനെ ആർക്ക് എന്താണോ ഷോർട്ടേജ് അതനുസരിച്ച് ചാർജ് ചെയ്യാൻ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. परमेश्वर का नदी में भारी भरी है आपको देने के लिए. ആമേൻ. आमीन. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളെ സന്തോഷിക്കുന്നത് കണ്ടുകൊണ്ട് സന്തോഷിക്കുകയല്ല, എനിക്ക് സ്വന്തമായി സന്തോഷിക്കണം. जब आपको आजू बाजू में बैठे लोग आनंद करते ऐसा देख के बैठना नहीं, मुझको भी आनंद करना. റിജോയ്സ് ഇൻ ദ ലോർഡ്. यीशु मसीह में आनंद रहो. ദൈവത്തിൽ സന്തോഷിക്കുന്നവർക്ക് മാത്രമേ അതിന് സന്തോഷം അറിയത്തുള്ളൂ. जो लोग मसीह में आनंद दे वही आनंद प्राप्त करते. സന്തോഷിക്കുന്നതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന സന്തോഷിക്കുന്ന ആളുകളുണ്ട്. वे कुछ लोग जो आनंद करते, जो लोगों को देखते रहते उसमें आनंदित होते. ആത്മാവിൽ ആരാധിക്കുന്നതിനെ കണ്ടുകൊണ്ട് എൻജോയ് ചെയ്യുന്നവരുണ്ട്. कुछ लोग ऐसा आनंद बनाते जो लोग आराधना में आकर और आत्मा में आराधना करते वो देखते रहते. അവർ ആയുസ് കൈയടിക്കോ വാതുറക്കോ സ്തോത്രം പറയത്തില്ല. वे जिंदगी में कभी ताली ना बजाते, मुंह खोल के धन्यवाद भी नहीं बताते. അവർക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. वे लोग परमेश्वर से कुछ भी ना पाएंगे. യോഗത്തിൽ വന്ന് ഹാജര് വെച്ചെന്നല്ലാതെ ഒരു ഗുണം അവർക്കില്ല. आपको एक ही फायदा है, शामिल होके और हाजिर लगा के चला गया. എന്നാൽ ഇന്ന് എനിക്ക് നിറഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ച് വന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളവർ കൈ അടിച്ച് ഉറക്ക ദൈവത്തിന് സ്തോത്രം. आज मुझको केवल हाजिर नहीं होना, शामिल नहीं होना, आशीष पाके यहाँ से वापस जाना. ഉത്തമഗീത 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. श्रेष्ठ गीत एक ही पहले अध्याय 6वां अध्याय हम यहाँ पर पढ़ा है. വായിക്കാം.
എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറിച്ചു നോക്കരുത്. എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും. എന്നെ മുന്തിരിത്തോട്ടങ്ങൾ കാവലാക്കി, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും. मैंने मुझको प्रभु ने कुछ देखभाल करने के लिए अनुमति, लेकिन मैं अपना ही जो खेती को देखभाल नहीं की. ശൂലേംകാരത്തിൽ പറയുന്ന ഒരു ഭാഗമാണിത്. ये हमारे जो शूलीम का जो बहन है वो बताती है. ഒത്തിരി തോട്ടം കാക്കാതെ പോയതുകൊണ്ട് ശൂലേംകാരത്തിക്ക് അവൾക്ക് ഇരുൾനിറം പറ്റി ക്ഷീണിച്ചു പോയി, അവൾ ഡൗണായിപ്പോയി. എന്നിട്ട് അവൾ പറയുകയാണ്, എൻ്റെ സ്വന്തം തോട്ടം ഞാൻ കാത്തില്ല. कई बगीचा देखने के लिए थी, परंतु अपना ही जो बगीचा वो देख नहीं पाए. അനേക തോട്ടങ്ങൾ കാക്കാൻ പോയിട്ട് എൻ്റെ തോട്ടം കാക്കാൻ പറ്റിയില്ല. कई बगीचा देखने के लिए, लेकिन अपना खुद बगीचा है वो देखने नहीं पाए. കഴിഞ്ഞ ഞാൻ പറഞ്ഞു, അനേക തോട്ടങ്ങൾ കാത്തില്ലെങ്കിലും അവനവൻ്റെ തോട്ടം കാക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. मैं आपसे बताना चाहता हूँ, यदि कई बात मत देख लो, लेकिन अपना ही कार्य में बने रहना. ആമേൻ. ഇത് ശൂലേംകാരത്തി പറഞ്ഞാണെങ്കിൽ ശലോമോന്റെ അനുഭവമാണിത്. ये जो सुलेम की जो कुमारी कहे तो भी ये शलोमोन का अनुभव है. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ പശ്ചാത്തലമൊക്കെ പറയാനിടയായി തീർന്നു. पिछले हफ्ते में इसके बारे में कुछ बातचीत किया. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത്, पिछले हम इस प्रकार और समाप्त किया. ശലോമോനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തു. सुलेमान को यहोवा ने राजा नाते अभिषेक किया. പക്ഷേ അഭിഷേകം ചെയ്തപ്പോൾ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് ഈ ജനത്തെ നടത്താനുള്ള കഴിവില്ല എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. जब सुलेमान को यहोवा परमेश्वर ने नियुक्त किया, सुलेमान ने कहा, मेरे पास बुद्धि आई नहीं, मुझे बुद्धि दे दीजिए. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒടുവിൽ സമയം കിട്ടിയാൽ പറയാം. अगर अंत में समाज की प्रचार का अंत में कुछ बात मैं आपसे बता दूं. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടത്, ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് സ്വപ്നത്തിൽ ശലോമോന് വെളിപ്പെട്ടു വന്നു. पिछले दिन में आपसे बताया था, यहोवा परमेश्वर ने उनका प्रार्थना को सुन ली और परमेश्वर ने उनका स्वप्न में आ गया. അവന്റെ പ്രാർത്ഥന കേട്ട് സ്വപ്നത്തിൽ ദൈവം വെളിപ്പെട്ടു. परमेश्वर ने उनका प्रार्थना सुन लिया और उनको स्वप्न में परमेश्वर ने प्रकट हुआ. ഇന്നത്തെ എൻ്റെ മെസ്സേജിന്റെ ഹെഡിങ് സ്വപ്നത്തിൽ വെളിപ്പെടുന്ന ദൈവകൃപ. मेरे संदेश का सारांश ये, हमारा परमेश्वर स्वप्न में हमें बातें करें. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ടെ. धन्यवाद दे दीजिए. ആമേൻ. അത് കുറിച്ച് പഠിക്കാനുള്ള കാര്യമാണ്. कुछ बात हम इसमें से सीखना है. അതിന് മുമ്പ് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. पहले राजा 3 अध्याय 5 से लेकर 14 आयत तक हम विचिंतन करेंगे. വായിച്ചാട്ടെ. ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. यहोवा परमेश्वर ने रात को सुलेमान का सामने स्वप्न में प्रकट हुआ. അടുത്ത, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. ആ അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, മതി, ഞാൻ ബാക്കി പിന്നെ പറയാം. ദൈവം ശലോമോനെ രാത്രിയിൽ സ്വപ്നത്തിൽ വെളിപ്പെട്ടു. यहोवा परमेश्वर ने सुलेमान को दर्शन देकर कहा. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. और मैं आप इसके बारे में विशाल रूप से बातें करेंगे. എന്നാൽ ഇന്ന് എനിക്ക് പറയാനുള്ളത്, आज मैं आपसे बताना चाहता हूँ, സ്വപ്നമണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. हमारे परमेश्वर दर्शन के नाई आपसे बातें करेंगे. ആ ഉണർന്നിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഉറങ്ങിക്കിടക്കുമ്പോഴും ദൈവം പ്രവർത്തിക്കും. जब आप जग के बैठाए तब ऐसा ही आप रात को समय नींद के वक्त भी प्रभु बातें करेंगे. ആമേൻ. മനുഷ്യജീവിതത്തിന്റെ ഒരു 6-7 മണിക്കൂർ ഉറങ്ങിക്കിടക്കുകയാണ്. रात को आप लगभग 6-7 घंटे सोते रहते. 15-18 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്. कुछ लोग ऐसा है 11 और 15 घंटे सोते हैं. എന്നാൽ ചുരുങ്ങിയ സമയങ്ങൾ ഉറങ്ങുന്നവരുമുണ്ട്. कुछ लोग ऐसा है कुछ घंटे सोते हैं. നിന്റെ ആ മണ്ഡലങ്ങളിൽ പോലും ദൈവത്തിന് പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. मेरा कहने का तात्पर्य ये, जब कुछ घंटे आप सोते रहते तभी परमेश्वर आपसे आपका कार्य करेगा. പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ അറിവിനും നിങ്ങളുടെ കഴിവിനും അപ്പുറത്തായിട്ട് നിന്റെ ശരീരത്തിൽ, നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ, നിന്റെ ഉറക്കത്തിൽ പോലും
നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയണം. हमारे विचारधारों से बढ़कर जब आप सोएंगे उस वक्त भी यहोवा परमेश्वर आपका जीवन के अंदर कार्य कर सकता, दर्शन दे सकता. കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം ഈ വചനം എന്നോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. पिछले हफ्ते परमेश्वर इस वचन का द्वारा मुझसे बातें कर रहा था. വണ്ടി ഓടിച്ചപ്പോഴും ഇവിടെ നിന്ന് യോഗത്തിൽ ഇരുന്നപ്പോഴും ഓരോ കാലത്തും ഇടപെടുമ്പോഴും ഈ ദൈവശബ്ദം എന്നെ ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. जब मैं सफर कर रहा था और यहाँ पर बैठते वक्त भी जाते वक्त भी परमेश्वर इस आयत से मुझसे बातें कर रहा था. അതിന്റെ ഒരു പകർച്ച ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. जो मैं परमेश्वर से पाए मैं आपको भी देना चाहता हूँ. ഉറങ്ങുന്നവർക്ക് ഇത് കേൾക്കാൻ പറ്റത്തില്ല, ഇപ്പൊ ഉറങ്ങിയാൽ സ്വപ്നം കാണാനും പറ്റത്തില്ല. कुछ लोग सोते वे लोग ये ना सुनेंगे यदि अभी सोने से फिर दर्शन भी ना मिलेगा. നിന്റെ ഉപബോധ മനസ്സുകളിൽ ദുഷ്ടൻ വെച്ചിരിക്കുന്ന ചില അന്ധകാരത്തിന്റെ മുട്ടകൾ അത് വിരിയാതിരിക്കത്തക്കവണ്ണം അതിന്റെ അപ്പുറത്തായി വ്യാപരിക്കുന്ന ആത്മാവിന്റെ അഭിഷേകത്തെ ശക്തി ആ ദുഷ്ടന്റെ ശക്തിയെ കെടുത്താൻ തക്ക അഭിഷേകമുള്ളതായിരിക്കണം. आपका अंदर जो शैतान ने कुछ बीज बोझा है वो अंधेरे का जो बीज है और अंधेरे का बीज बाहर नहीं आना, उससे बढ़कर एक अभिषेक का शक्ति आपको प्राप्त करना है. എല്ലാം പിടി കിട്ടുന്നുള്ളത് എനിക്ക് അറിയത്തില്ല, എന്നാൽ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും. आप कुछ समझ में आ रहा है कि मुझे पता नहीं. എന്നോട് ദൈവം പറഞ്ഞു ഈ മെസ്സേജ് കഴിയുമ്പോൾ ചിലരെ വരിഞ്ഞു മുറുക്കി വെച്ച നാളുകളിലായി കെട്ടിവെച്ച ചില കെട്ടുകൾ ആരും കൈ തൊടാതെ തന്നെ हालेलुया. परमेश्वर ने मुझसे कहा कुछ दिनों से शैतान ने कुछ लोगों को बांध के रखा है और बिना हाथ लगाकर, कोई ना हाथ लगा के परमेश्वर आज उसको खोल के देंगे. ബൈബിളിലെ രണ്ട് പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടമാണ്. बाइबल के अंदर दो प्रकार का जो रीति लिखा है वो मैं मुझे बहुत अच्छा लगता है. ഒന്നാമത്തെ ഇതാണ്, पहले കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വന്നു. बाइबल में लिखा है बिना हाथ लगा के एक पत्थर स्वर्ग से आया. ഒരു കൈയും തൊടാതൊരു കല്ലിന്ന് പറഞ്ഞു വരികയാണ്. कोई भी बिना हाथ लगाकर एक पत्थर आने वाला है. നിന്നെ നിന്റെ തലമുറയെ നശിപ്പിക്കാനായി ദുഷ്ടപിശാച് ഓങ്ങി നിൽക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് നിന്നെ രക്ഷിക്കാൻ പോകുകയാണ്. तुम्हें नाश करने के लिए, तुम्हारे पीढ़ियों को नाश करने के लिए जो दुष्ट शैतान मन लगाए, मैं विश्वास करता हूँ बिना हाथ लगाकर एक पत्थर आने वाला है. ഇന്നിവിടെ പ്രസംഗമല്ല നടക്കുന്നത്, നിന്നോടുള്ള ദൂത് പറയുകയാണ്. आज मैं आप प्रचार तो करते लेकिन आपको जो संदेश है वो मैं देने जा നീ रहा हूँ. ആത്മാവിൽ ആരാധിച്ച് പാൽക്കാലം ബലപ്പെട്ടോണം. आज आत्मा में आराधना करके अब शक्ति पाना. കൈ തൊടാതൊരു കല്ല് പുറപ്പെട്ടിട്ടുണ്ട്. परमेश्वर ऐसा कार्य आपके लिए रखा है, बिना हाथ लगाकर कार्य करने जा रहे हैं. നിന്റെ ബുദ്ധിമണ്ഡലത്തിന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കല്ല് പുറപ്പെട്ടിട്ടുണ്ട്. आपका बुद्धि और समझ के ऊपर आपके लिए परमेश्वर कार्य करने जा रहा है. ശത്രു കെട്ടിയ ഏറ്റവും വലിയ എരിഹോ കോട്ടയാണെങ്കിലും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആ കല്ല് പറഞ്ഞു വന്ന് ആ കോട്ടകളെ ഇടിക്കാൻ പോകുകയാണ്. यदि शैतान है जैसे यरीहो दीवार का नहीं, ऐसा ऊंची ऊंची समस्या ले के, लेकिन परमेश्वर आने वाला है उस दीवार को आज तोड़ के डालेगा. എല്ലാം ഉറക്കെ സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കണം. धन्यवाद करो. हालेलुया. കൈ തൊടാതൊരു കല്ല് പറഞ്ഞു വന്നു. बिना हाथ लगा के एक पत्थर आया है. നിന്റെ തലമുറ ഉന്നം വെച്ച ശരീരത്തെ ഉന്നം വെച്ച സാമ്പത്തികത്തെ ഉന്നം വെച്ച് ആത്മീയ ജീവിതത്തെ നെഗറ്റീവ് ആക്കാൻ നോക്കി നിൽക്കുന്ന ചില പൈശാചിക മേഖലകൾ ഇന്ന് പകൽ കൈ തൊടാതെ പറഞ്ഞു വരുന്ന കല്ലുകൊണ്ട് അതിനെ തകർത്ത് നീ ബഹുസൈന്യമായി നിൽക്കാൻ പോകുകയാണ്. तुम्हारे खिलाफ, परिवार के खिलाफ, संतानों के खिलाफ जो दुष्ट जो कार्य करने जा रहे, मैं विश्वास करता हूँ बिना हाथ लगा के पत्थर आके उसको नष्ट करेगा. സത്യമായി എനിക്ക് തുള്ളിച്ചോടാൻ തോന്നുക. मैं नाचने के लिए चाहता हूँ. കാലം നിലത്ത് ഉറക്കുന്നില്ല. मेरा पाँव नीचे नहीं. ലൈവ് ആയതുകൊണ്ട് ഞാൻ നിൽക്കുക അവിടെ. ये हम जो लाइव प्रोग्राम है इसलिए मैं अपने आप को नियंत्रण कर रहे हैं. 3 ദിവസം ഉപവാസ പ്രാർത്ഥന ശക്തി ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. जो पिछले 3 दिन हम उपवास की प्रार्थना करते हैं. കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് തീ മഴ അവിടെ പെയ്തുകൊണ്ടിരുന്നത്. पिछले बृहस्पतिवार से लेकर हम आशीष का मारी उतर गया. അഭിഷക്തന്മാരെ അയച്ച ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ ദൈവ സംസങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ്. परमेश्वर के दास और दास लोगों के हम पर पेश कर परमेश्वर के वचन का द्वारा मैं बलवंत किया. ആമേൻ. ഒന്നാം ദിവസം രണ്ടാം ദിവസം നമ്മൾ കേട്ടു ബാധ ഒഴിഞ്ഞെന്ന്.
और दूसरे दिन हम इस प्रकार सुने जो फील्ड जो हमसे निकल गए ആമേ. പിന്നെ നമ്മളെ കേട്ട് യുദ്ധ യഹോവയ്ക്കുള്ളതാണെന്ന്. और हम सुने युद्ध जो यहोवा के लिए നാളുകളായി പോരാണ് ചില ബാധകളിൽ നിന്ന് ഒഴിയാൻ പോകുകയാണ്. जो कई दिनों से आपका जीवन के अंदर ये कार्य करने वाला दुष्ट आज आपको छोड़ के जाने जा रहे हैं. 38 വർഷമാണെങ്കിലും 18 വർഷമാണെങ്കിലും 12 വർഷമായും നീണ്ടു നിൽക്കുന്ന ചില ബാധകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയാൻ പോകുകയാണ്. चाहे 38 साल हो 18 साल हो 12 साल हो अभी मौत की अवस्था में और शैतान आज आपको छोड़ के जाने जा रहे हैं. എന്നും നിങ്ങൾ ഈ ബാധയുമേ നടക്കേണ്ട കാര്യമില്ല. हर दिन आप समस्या से चलने की जरूरत नहीं. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാകാം. आज यीशु नासरी के नाम में बता अब छुटकारा पाओ. യേശുവിന്റെ നാമത്തിൽ ജയം. आमीन. ഹല്ലേലൂയ. കൈ തൊടാത്തൊരു കല്ല് പറഞ്ഞു വരിക. बिना हाथ लगाकर ये पत्थर स्वर्ग से आए. രണ്ടാമത്തെ ഒരു വാക്യം എനിക്ക് ഇഷ്ടമുള്ളത് കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ. दूसरे एक आयत ऐसा है हाथ में कुछ भी आई नहीं അവൻ ശത്രുവിനെ നേരിട്ടു. और शत्रुओं का सामने गया. ശത്രു വന്നപ്പോ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. जब शत्रु उनका सामने आया उनका हाथ में कुछ भी ना था. ഒരായുധവും ഇല്ലായിരുന്നു. कुछ भी हथियार ना था. വരുന്ന കണ്ടപ്പോഴും നീ എംറ്റി ആയിരുന്നു. और जब शत्रु उनका सामने आए तभी उनका हाथ में कुछ भी नहीं था. ഓടി വരുന്ന കണ്ടപ്പോഴും നീ എംറ്റി ആയിരുന്നു. जब वो दौड़ के आपका ओर आ रहे थे तभी आपका हाथ में कुछ नहीं था. സിംഹം വന്നാ നീ പേടിക്കണ്ട. അടുത്ത് നിന്നെ പിടിക്കാൻ വരുമ്പോൾ കയ്യിലൊന്നുമില്ലെങ്കിലും നിന്റെ കയ്യെ ആയുധമാക്കി മാറ്റുന്നവരാണ് നമ്മുടെ ദൈവം. शेर आपका सामने दौड़ के चाहे आपका हाथ में कुछ भी ना तो भी कोई भी हथियार ना तो भी आपका जो हाथ है प्रभु हथियार का नहीं कार्य करेगा. മാതി മറന്ന് ആരാധിച്ചോണം. परमेश्वर का महिमा देखे आराधना करना. പരിസരം മറന്ന് ആരാധിച്ചോണം. यहाँ पर बैठे जगह भूल जाओ अब आराधना करो. നമ്മളെ ഉത്സവ ദിവസമാണ് ഇന്ന്. आज हमारा त्योहार का दिन है. ചില ബന്ധനങ്ങൾ അഴിയാൻ പോകുകയാണ്. आज आपको जब बंधन शैतान ने बांध के रखा है आज आपसे छोड़ के जाने जा ചില रहे हैं. കെട്ടുകൾ പൊട്ടാൻ പോകുകയാണ്. जो आपको बांध के रखे आज छोड़ने जा रहे हैं. ചില പാരമ്പര്യ ബന്ധനങ്ങളും ശാപങ്ങളും ഇന്ന് അഴിയാൻ പോകുകയാണ്. जो शाप आपको ऊपर है आज आपसे छोड़ के जाने जा रहे हैं. നിന്നെ കട്ടിലെന്ന് എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് വാദിച്ചു നിന്ന ചില ശക്തിയുടെ മേൽ നീ പൊരുതി ജയിച്ചു വന്നിരിക്കുക. ഇനി നിന്നെ ബന്ധിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. पिछले दिन आप बोलेंगे अब यहाँ से ना उठेंगे यहाँ से ना चलेंगे लेकिन प्रभु ने छुटकारा दिया है. अब आनंद से आराधना करना. നീ ഒറ്റയ്ക്കല്ല, ഏകനല്ല, അനാഥനല്ല. നിനക്ക് ഉടയവനുണ്ട്. अब अकेले नहीं है तुम्हारे लिए एक परमेश्वर है. പ്രചരണത്തിൽ നിന്നിരുന്ന ട്രംപിന്റെ നേരെ ദൂരെ നിന്ന് വെടിവായിച്ചു. हम अमेरिका में हम देखते हैं जो ट्रम्प जो प्रचार करते थे तब दूर से किसी ने गोली मारा. ആമേൻ. ആ വെടിയുണ്ട വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ തലയും തിരിച്ചു. जब गोली उनको ओर आया था तब उसने सिर थोड़ा सा हिलाया. ആമേൻ. കെന്നഡിയെ ജോൺ എഫ് കെന്നഡി ഒക്കെ മേളിൽ നിന്ന് വെടിവെച്ചപ്പോൾ അന്നേരം വീട് മരിച്ചു പോയവരാ. जब जॉन केनेडी नाम जो प्रेसिडेंट था जो ऊपर से किसी ने गोली मारा उसी पश्चात तब ഒറ്റ उसने मार സെക്കൻഡ് दिया. തലതിരിക്കാൻ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു. जो ट्रम्प के बारे में पढ़ो एक सेकंड में उनका सिर थोड़ा हिलाने के लिए उनका अंदर प्रेरणा मिली. അദ്ദേഹം ആരും ആയിക്കൊള്ളട്ടെ, कोई भी हो നിന്നെ കുറിച്ച് ഫർദർ പ്ലാൻ ഉണ്ടെങ്കിൽ തലതിരിക്കാൻ ദൈവം പറയുന്നതിനോട്. आमीन. तुम्हारे बारे में परमेश्वर की योजना है तो प्रभु बोलेगा सिर थोड़ा हिलाओ. ഹല്ലേലൂയ. आमीन. ഹല്ലേലൂയ. ചുമ്മാ തിരിച്ചാ മതി, ജയം ദൈവം തരുമെന്ന്. आप थोड़ा सा तड़ करो विजय परमेश्वर के पास है. ഞാനത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, നമ്മുടെ നേരെ ദുഷ്ടപിശാച് എത്ര വെടികൾ ഉയർത്തു, എത്ര ഉണ്ടകൾ പാഞ്ഞു പോയി. നീ തകർന്നു പോകാമായിരുന്ന സ്ഥാനത്ത് നീ നിന്നത് നിന്റെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപയാ. मैं इस प्रकार सोचता था कई बार शैतान ने अपना तीर चलाया गोली चलाया लेकिन मुझे छुआ नहीं क्योंकि परमेश्वर ने मुझे रखवाली की. ട്രംപിന് വരെ മനസ്സിലായി ജീസസ് എന്നെ രക്ഷിച്ചെന്ന്. और जो प्रेसिडेंट जो ट्रम्प को भी समझ में आ गया मुझे यीशु ने അപ്പൊ छुड़ाया. നമുക്ക് എത്രമാത്രം മനസ്സിലാകണം ദൈവം ആരാണെന്ന്. अगर ट्रम्प को ये बात समझ में आया तो हमें तो उससे ज्यादा समझ में आना है. ശ്രദ്ധിച്ച് കേട്ടോണേ. ध्यान से सुना. ആമേൻ. കണ്ണിനെ കൊടാനുള്ളത് പിരിയത്തെ കൊണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ചിലത് ഇന്ന് ഒഴിവാക്കി തരിക ദൈവം. परमेश्वर आज कुछ छोड़ के और आपको उसे बचाना चाहता है. എല്ലാവർക്കും ഇല്ല, വിശ്വസിച്ച് സ്തോത്രം പറയുന്നവർക്ക് ഇന്ന് പകൽ ജയം ദൈവം തരും.
सबके लिए नहीं, जो विश्वास के साथ जो धन्यवाद करते हैं उनके लिए प्रभु कार्य करने जा रहे हैं. നിന്റെ വീട്ടിൽ കറുത്ത കൊടി കെട്ടിക്കാൻ പോരാടുന്നൊരു പോരാട്ടം ഉണ്ടെങ്കിൽ ഇന്ന് പകരം നീ ആത്മാവിൽ അതിനെ ജയിക്കണം. आपका घर का सामने जो काला जो झंडा लगाने के लिए शैतान कोशिश कर रहा है, तो आज प्रार्थना का साथ आराधना में विजय लेना. നാളത്തെ മനോരമയിൽ നിര്യാതരായ കോളത്തിൽ നിന്റെ ഫോട്ടോ വരുത്താൻ ദുഷ്ടന് എയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടി മാറ്റി നിനക്ക് ദീർഘായുസ് തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് ഇന്ന് പകരം നീ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് സ്തോത്രം പറയണം. दुष्ट ऐसा योजना बना है, आपका जीवन यहाँ पर समाप्त करेंगे. योजना बने तो जानकर आत्मा में आराधना करके उसके ऊपर हमें जय लेना है. എല്ലാവരും ആഞ്ഞ് കൈയടിച്ചൊരു സ്തോത്രം പറഞ്ഞേ. सब लोग तालियां बजा के प्रभु को धन्यवाद दे दीजिए. ശക്തമായ ദൈവത്തെ സ്തോത്രം പറ. सब लोग शक्ति से सामर्थ्य से धन्यवाद कीजिए. तालियां बजा के प्रभु को धन्यवाद कीजिए. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിന്റെ 24 വാക്യം. उत्पत्ति पुस्तक जो 34 अध्याय से 21 31:24. 31 का 24. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. ദൈവം യാക്കോബിന്റെ അടുക്കൽ സ്വപ്നത്തിൽ, അതിന്റെ അടി വരച്ചു വേണം കേട്ടോ. ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്നവനോട്, परमेश्वर ने रात के स्वप्न में अरामी लाबान के पास आकर कहा, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. तुम याकूब से ना तो भला खाना और ना बुरा. ആമേൻ. നമ്മുടെ വിഷയം സ്വപ്നത്തിൽ വെളിപ്പെടുന്ന ദൈവകൃപ. हमारे संदेश का सारांश ये स्वप्न में आके दर्शन में बातें करने वाला परमेश्वर. യാക്കോബിന്റെ നന്മകളെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന ലാബാന്യ ശക്തികളോട് യാക്കോബിനെ നേരിലുള്ള ശക്തിയില്ലെന്ന് ദൈവത്തിന് അറിയാം. याकूब का जो भी आशीष है भलाई ये उस ले जाने के लिए लाबान आया है, जो परमेश्वर बात को जान लिया അതിനെ ജയിക്കാൻ ദൈവം നേരിട്ട് ഇടപെടുകയാണ്. और उस बात को विजय देने के लिए परमेश्वर खुद याकूब का सामने उतर के आया. എന്നോട് ദൈവം കഴിഞ്ഞ രാത്രി പറഞ്ഞ ജനത്തോട് നീ പറയണം, നിങ്ങൾക്ക് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത ചില മേഖലകളിൽ നീ കയ്യും കെട്ടി ഇരുന്നാ മതി, ദൈവം നേരിട്ട് ഇറങ്ങി വരുമെന്ന്. परमेश्वर ने मुझसे कहा, आप लोगों से इस प्रकार कहना है, जिस बात में आप खुद जा नहीं सकता है उसी जगह पर आप हाथ बांध कर बैठ जाना, प्रभु खुद उतर के आपके लिए कार्य करेगा. എവിടെ ഇടപെടണമോ അവിടെ ഇടപെടാൻ ദൈവത്തിന് അറിയാം. നീ ദൈവത്തെ പഠിപ്പിക്കാൻ പോകണ്ട. आप परमेश्वर को सिखाने मत जाना, आप प्रार्थना पर बैठ जाइए, परमेश्वर कार्य करेगा. 31 വാക്യത്തിൽ പറയുന്നത്, ലാബാന്റെ മുഖത്ത് നോക്കിയാറ് വായിച്ചേ. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുൻപേ ഇരുന്നത് പോലെയല്ല എന്ന് കണ്ടു. അത് തന്റെ നേരെ മുമ്പ് ഇരുന്ന പോലെ അല്ല എന്ന് കണ്ടു. याकूब ने लाबान के मुख पर दृष्टि की और ठाड़ लिया कि वह उसके प्रति पहले के सामने समान नहीं है. ചിലരുടെ മുഖം മുമ്പിലത്തെ പോലെ ഇരിക്കുന്നത്. कुछ लोगों के मुंह जो पहले से नहीं है. പെട്ടെന്ന് മാറുന്ന മനുഷ്യന്റെ മുഖമാണ്. इंसान का मुंह ऐसा है, हर समय बदलते रहते. ഞാൻ ചിലപ്പോൾ പിന്നെ എന്താ അങ്ങനെ മുഖം മാറി, ആച്ചാന്റെ മുഖം എന്നാ മാറിയിരിക്കുന്നത്. मैं कभी कभी पत्नी से पूछता हूँ, क्यों हमारे भाई का चेहरा बीच बीच में बदलते. അമ്മാമ്മയുടെ മുഖം എങ്ങനെ മാറാൻ കാര്യം? जो आंधी का मुंह क्यों बीच बीच में बदलते रहते. ഞാൻ പറഞ്ഞ കളർ അടിച്ച് മാറിയ കാര്യമല്ല കേട്ടോ. मैंने बोला जो ब्यूटी जो कलर लगाते उसका प्रति नहीं. അല്ല, നമുക്കറിയാം മുഖം മാറിയ കണ്ടാ അറിയാം. कुछ लोगों को देखते हुए हमें समझ में आ जाते हैं उनका चेहरा में कुछ उदास है. ചില ഭാര്യ എന്നാ അച്ചാന്റെ മുഖത്തൊരു വാട്ടം. कभी कभी हम पूछते हैं, क्यों भाई आपका चेहरा में एक उदास है. ഭാര്യയുടെ ഭർത്താവ് എന്താ അടി നിനക്കൊരു സന്തോഷമില്ലാത്തൊരു വാട്ടം, എന്നാ മാത്രം പ്രശ്നം? कभी कभी पति पत्नी से इस प्रकार पूछता है, क्यों आपका चेहरा उदास है. ഒന്നും പറഞ്ഞില്ല, ഒന്നും ഇടപെട്ടുമില്ല, പക്ഷെ മുഖത്ത് നോക്ക് വീറും അറിയാം. कुछ भी ना बोला, कुछ भी ना किया, लेकिन चेहरा देख के मुख देख के भी पता चलेगा कुछ उदास है. ചില പിള്ളേർക്ക് അപ്പൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ വീറും അറിയാം. कुछ बच्चे ऐसा है, माता पिता का चेहरा में देखते ही वे समझ में आ ചില जाते हैं. അപ്പനും അമ്മയ്ക്കും പിള്ളേരെ മുഖത്ത് നോക്കുമ്പോൾ വീറും അറിയും.
कुछ माता पिता भी ऐसा है जो बच्चे के चेहरे देखते भी उन्हें भी समझ में आ जाता है। ഒറ്റപ്പം നേരത്തെ ഇരുന്ന പോലല്ല ഇപ്പൊ ഇരിക്കുന്നത്. यहाँ पर बताए पहले के समान नहीं है चेहरा। ശ്രദ്ധിക്കണേ, കണ്ണവിടെ ഉണ്ട്, മൂക്കവിടെ ഉണ്ട്, ചെവി അവിടെ ഉണ്ട്, പല്ലവിടെ ഉണ്ട്, ഒന്നും മാറ്റിയിട്ടില്ല. चेहरा तो पहले का है लेकिन कुछ भी बदला नहीं, लेकिन पहले के समान नहीं। പക്ഷെ നേരത്തെ ഇരുന്ന പോലല്ല ഇരിക്കുന്നത്. पहले के समान नहीं है मुख। ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയുകയാണ്, एक बात मैं बीच में बताना चाहता हूँ, എത്ര സ്നേഹിച്ചിരുന്നാലും മുഖം മാറാൻ ഒറ്റ സെക്കൻഡ് മതി. कितने भी प्यार करो, कितने भी पास में रहो, एक निमिष के अंदर चेहरा बदल जाएगा। കണ്ണേ കരളെ ഹണി എന്നൊക്കെ വിളിച്ചാലും മുഖം മാറാൻ അധികം നേരം വേണ്ട. आप प्यारा है, प्यारी है, हनी है, तब बोलने से भी एक बात के ऊपर चेहरा बदल जाएंगे। ലാബാന്റെ മുഖം നേരത്തെ പോലെ അല്ലെന്ന് യാക്കോബ് തിരിച്ചറിഞ്ഞു. याकूब को ये बात समझ में आया, लाबान का चेहरा मुंह पहले से नहीं है। എന്നാൽ നീ ആത്മീയനായി നീ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. यदि आप आत्मी है तो അതിന്റെ 5ാമത്തെ വാക്യമാണ്, उसका 5वां आयत पढ़ लीजिए। നിങ്ങളുടെ അപ്പന്റെ മുഖം എൻ്റെ നേരെ മുൻപേ പോലെയല്ല എന്ന് ഞാൻ കാണുന്നു, ആ എങ്കിലും എൻ്റെ അപ്പൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നു. മതി. तुम्हारे पिता के मुंह से मुझे जान पड़ता है कि वह मुझे पहले के समान अब नहीं देखता है। ഈ വാക്യം എല്ലാവരും ശരിക്കും മനസ്സിലാക്കണം. अब सबको ये आयत को समझ में आना है। എന്നോട് ദൈവം പറഞ്ഞു, ഇത് ഇന്ന് ജനത്തെ അങ്ങ് അരക്കെട്ട് ഉറപ്പിച്ച് പഠിപ്പിക്കണമെന്ന്. आप ये बताकर उनको उनका कमर कसा के उनको बलवंत करना। ശ്രദ്ധിച്ച് കേൾക്കണം, ആരും ഉറങ്ങല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. कोई भी सोना नहीं, ध्यान से നിന്റെ सुनना। അപ്പന്റെ മുഖം എന്റെ നേരത്തെ പോലെ അല്ല എങ്കിലും എന്റെ അപ്പന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. तुम्हारा पिताजी का चेहरा पहले के समान ना तो भी मैं विश्वास करता हूँ, तुम्हारा पिताजी का जो पिता परमेश्वर मेरा साथ है। ചില എന്നെ മിഴിച്ചു നോക്കുക, कुछ लोग मुझसे देखते हैं, നിന്റെ അപ്പന്റെ മുഖം റാഹേലേ, നിന്റെ അപ്പന്റെ മുഖം എന്റെ നേരത്തെ പോലെ അല്ലെങ്കിലും എന്റെ അപ്പന്റെ ദൈവം എന്നോടുകൂടെ ഉള്ളിടത്തോളം കാലം എന്റെ മുഖം വാടാൻ ദൈവം അനുവദിക്കത്തില്ല. पत्नी से इस प्रकार कहा, तुम्हारा पिताजी का चेहरा में बदलावट आया, परिवर्तन आया, लेकिन मैं विश्वास करता हूँ मेरे जो पिताजी का परमेश्वर उसको छोड़ेगा नहीं, वो परमेश्वर मेरा साथ है। എന്ന് പറഞ്ഞ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ആരുടെ എല്ലാം മുഖം നിന്റെ നേരെ വാടിയാലും ഒരു കാര്യം ഓർത്തോളൂ, എന്റെ ദൈവത്തിന്റെ മുഖം നിന്റെ നേരെ വാടാതിരുന്നാൽ മതി. चारे किसी का भी चेहरा तुम्हारे खिलाफ और तुम्हारे सामने बदलावट किया तो भी परमेश्वर का चेहरा कभी बदलता नहीं है। സ്വോത്രം എല്ലാ സ്വോത്രം. ചിലര് മുഖം വാടി വന്നിട്ടുണ്ട്. कुछ लोग ऐसा है यहाँ पर आए वे उनका चेहरा उदास में, ഒരിക്കലും വാടത്തില്ലെന്ന് പറഞ്ഞ് ചിലര് വാടി നമ്മളെ വിട്ടിട്ടുണ്ട്. कुछ लोग ऐसा बोला मेरा चेहरा कभी भी बदलेगा नहीं, तो भी कभी कभी बदल जाता है। എന്റെ അപ്പൻ സ്വർഗത്തിലുണ്ടെങ്കിൽ, लेकिन मेरा पिताजी स्वर्ग में है तो എന്റെ ആയുസ് മുഴുവൻ എന്നെ കരുതുന്നൊരു അപ്പനെ എന്റെ അപ്പൻ. मेरा जिंदगी पूरा मुझे देखभाल करने वाला पिताजी। ഓ, ഇന്ന് പകരം എത്ര പേരെ മനസ്സിലാകുന്നത് എനിക്കറിയത്തില്ല. कितने लोग इस बात समझ में आ गया? ആമേ, എന്റെ അപ്പൻ എന്നോട് ഉണ്ടെന്ന് ഉറപ്പുള്ളവർ, कितने लोग विश्वास करते मेरा स्वर्गीय पिताजी मेरा साथ है, എന്റെ അപ്പൻ എന്നോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ, मेरा परमेश्वर मेरा साथ है, എന്റെ മുഖം വാടാൻ ഒരിക്കലും അനുവദിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ. मेरा चेहरा बदलने के लिए कभी अनुमति नहीं देगा। പ്രിയമുള്ളവരെ, എത്രയോ പ്രാവശ്യം മുഖം വാഴേണ്ടതായിരുന്നല്ലേ? कई बार आपको चेहरा बदलना था, എത്രയോ പ്രാവശ്യം മുഖം വാഴേണ്ടതായിരുന്നു. कई बार आपको मुख में परिवर्तन आना था। എന്റെ അപ്പന്റെ ദൈവം, मेरा पिताजी का परमेश्वर, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം, अब्राहम इसहाक याकूब का परमेश्वर, കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചിറക്കിയ അബ്രഹാമിന്റെ ദൈവം, अन्य जातियों से हमारे पिताजी को बुलाकर बाहर आया अब्राहम का परमेश्वर। ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി, ഒരാളടുത്തിരിക്കുന്ന പ്രതിസന്ധി അല്ല നിങ്ങൾക്കുള്ള പ്രതിസന്ധി. ആരും ഒന്നും ഇപ്പൊ പറയാത്തൊരു കാലമോ, പറയാനൊക്കത്തുമില്ല, പറഞ്ഞാൽ അത് ജയിക്കത്തുമില്ല, രക്ഷപ്പെടത്തുമില്ല. ഉള്ളിൽ ഒതുക്കുന്ന ഒത്തിരി പേരുടെ വന്നിട്ടുണ്ട്. ആരോടും, ഭർത്താവിന് പോലും പറയാതെ, ഭാര്യയോട് പോലും പറയാതെ, പിള്ളേരോടും പറയാതെ, പാസ്റ്ററോട് പോലും പറയാനൊക്കാതെ ഉള്ളിൽ ഒതുക്കി ടെൻഷനോടെ വന്ന ചിലരിവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ മുഖത്തറിയാനുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ലാബാന്റെ മുഖം വാടിയാലും നിന്റെ മുഖം വാടാൻ ദൈവം അനുവദിക്കത്തില്ല.
ഈ ദൂതായി നീ ഏറ്റെടുത്തോണം. ശാന്തമായി പറയുന്നത് കൊണ്ട് ഗൗരവമില്ലെന്ന് കരുതല്ലേ. നിന്നോടുള്ള ദൈവത്തിന്റെ ദൂത ഇന്ന് പകൽ നീ ആത്മാവിൽ ഏറ്റെടുത്താൽ മുഖം വാടാതെ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. प्रत्येक लोग प्रत्येक समस्या का साथी हमारा है. वे इनका चेहरा में कुछ दुख का अनुभव है, उदास का अनुभव है, लेकिन मैं विश्वास करता हूँ यहोवा परमेश्वर आपके लिए बहुत आयत से कार्य करेंगे. ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു, വായിച്ചാട്ടെ. 7वां आयत. നിങ്ങളുടെ അപ്പനോ എന്നെ ചതിച്ച് എന്റെ പ്രതിഫലം 10 പ്രാവശ്യം മാറ്റി, എങ്കിലും എന്നോട് ദോഷം ചെയ്യുവാൻ ദൈവം അവനെ സമ്മതിച്ചില്ല. നിങ്ങളുടെ അപ്പൻ तुम्हारे परमेश्वर पिताजी എന്നെ 10 പ്രാവശ്യം ചതിച്ചു. मुझको 10 बार धोखाबाजी किया. ഒന്നും രണ്ട് പ്രാവശ്യമല്ല, പല ചതികളെ അനുഭവിച്ചിട്ട് വന്നിട്ടുണ്ട്. कुछ लोग यहाँ पर ऐसा बैठा है कई लोगों से धोखाबाजी. യാക്കോബ് 10 പ്രാവശ്യം ചതി അനുഭവിച്ചവനാ. याकूब को कितने बार धोखा मिला? 10 बार. ആമേൻ. പക്ഷെ അവൻ ചതിച്ചെങ്കിലും എൻ്റെ ദൈവം ഉണ്ടല്ലോ, എന്നോട് ദോഷം ചെയ്യുവാൻ അവനെ സമ്മതിച്ചില്ല. यदि लाभान ने मुझको धोखा दिया तो भी मेरा जो परमेश्वर कभी भी मुझे छोड़ा ഞാൻ नहीं. പറഞ്ഞു, ശാന്തമായി പറഞ്ഞ് ജനത്തെ മനസ്സിലാക്കണമെന്ന്. परमेश्वर ने मुझसे कहा शांत रूप से इस बात को लोग तक पहुंचाना. എല്ലാവരും ഒന്ന് കൈ പകുതി ഒന്ന് ഉയർത്തിപ്പിടിച്ച്. सब लोग हाथ आधा ऊपर ऊंचा कर लीजिए. കൈ താക്കരുത്. हाथ नीचे मत डालना. ആരെല്ലാം നിങ്ങളെ ചതിച്ചാലും, चाहे कोई भी आपको धोखाबाजी करे, ആരെല്ലാം നിങ്ങളെ ആമേനെ ചതിച്ചാലും, कोई भी होने दो, ആരെല്ലാം നിങ്ങളെ ചതിച്ചാലും कोई भी आपको धोखा करे, എൻ്റെ ദൈവം നിങ്ങളെ ചതിക്കത്തില്ല. परमेश्वर आपको कभी न त्यागेगा. ദൂതാണ് ഏറ്റെടുത്തത്. കൈ പൊക്കിയുള്ള ദൂത. आपके लिए संदेश ही. ചതിക്കപ്പെട്ട ഒത്തിരി പേര് വന്നിട്ടുണ്ട്. कुछ लोग हैं हम पर बैठे कई रीति से उनको धोखा कई लोगों से मिला है. ചതിയുടെ കൂമ്പാരത്തിൽ കിടന്ന് പടയുന്നവരുടെ വന്നിട്ടുണ്ട്. कुछ लोगों को 1 नहीं 2 नहीं 10 भी नहीं कई बार उनको धोखाबाजी मिला. നിങ്ങളോട് പറയാൻ ദൈവം ഏൽപ്പിച്ച ദൂത് കേൾക്കണോ? परमेश्वर ने एक संदेश मेरे पास दिया है. ദോഷം ചെയ്യാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. हमारे परमेश्वर आपको हानि पहुंचाने के लिए अनुमति ना देंगे. വക്കീല് കൈവിട്ടാലും, ജഡ്ജി കൈവിട്ടാലും, പഞ്ചായത്ത് പ്രസിഡന്റ് കൈവിട്ടാലും, അയലോക്കക്കാരെ കൈവിട്ടാലും, നാട്ടുകാരെ കൈവിട്ടാലും എൻ്റെ ദൈവം നിന്നെ ചതിക്കാൻ അനുവദിക്കത്തില്ല. चाहे दुनिया का सब लोग आपको छोड़ दे, लेकिन हमारा परमेश्वर आपको छोड़ेगा नहीं, हानि पहुंचाने ना देगा. ശക്തമായി കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. तालियां बजा के प्रभु का धन्यवाद दे दे. चाहे सरपंच छोड़े, चाहे जज छोड़े, कोई भी छोड़े, लेकिन मेरा परमेश्वर मुझको ना छोड़ेगा. ഓ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞോട്ടെ. ഈശോയുടെ ദൈവത്തിന് നന്ദി പറഞ്ഞോട്ടെ. എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല. Glorious. ദൈവത്തിന് സ്തോത്രം. परमेश्वर को धन्यवाद हो. ഓൺലൈനിൽ കേൾക്കുന്ന ചിലര് ഇന്ന് ദൈവം അവരോട് സംസാരിക്കുകയാണ്. ऑनलाइन में जो लोग सेवाई को अनुभव करते हैं उनसे भी प्रभु बातें कर रहे हैं. ഞാൻ വിദേശത്തായപ്പോൾ സഹോദരി എന്നോട് പറഞ്ഞു, जब मैं विदेश में गया तब एक बहन जी मेरे पास आके इस प्रकार कहा, ഒരിക്കലും നിന്നെ വിട്ടു പോകത്തില്ലെന്ന് പറഞ്ഞ എൻ്റെ ഭാര്യ, സഹോദരി പറയാൻ ഒരിക്കലും വിട്ടു പോകുന്ന പറഞ്ഞ എൻ്റെ ഭർത്താവ് രാത്രി 2 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. एक बार बहन जी ने इस प्रकार कहा. बहन जी इस प्रकार कहने लगी, मेरे पति मुझसे कहा तुम्हें कभी भी ना छोड़ेगा. वो पति ने मुझे आधी रात को 2 बजे मुझसे छोड़ के चला गया. പിന്നെ ആ മനുഷ്യൻ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. उस व्यक्ति दोबारा कभी भी इस परिवार में नहीं आया. ഞാൻ ഇന്നും ജീവിച്ചു മരിക്കുകയാണ്. मैं आज भी जीवित हूँ, जीते जीते मर रहे. എൻ്റെ പണം മുഴുവൻ അങ്ങേരെ കയ്യിലായിപ്പോയി. मेरा जो भी संपत्ति है सब कुछ उनका हाथ में चला എൻ്റെ गया. കുഞ്ഞുങ്ങളും അങ്ങേരെ കയ്യിലായിപ്പോയി. मेरे जो बच्चे भी उनका हाथ में चला गया. ചതിക്കപ്പെട്ടു പാസ്റ്ററെ. धोखाबाजी मिला है. ചതിക്കുന്ന ലോകമാണ്. ये दुनिया ऐसा है धोखाबाजी में. ചതിക്കുന്ന ലോകമാണ്.
जो दुनिया ऐसा है सबको धोखा देता है। ദൈവത്തിന് സ്തോത്രം. आमीन। എന്റെ ദൈവം ചതിക്കുന്നവനല്ല. मेरा परमेश्वर मुझे कभी त्यागेगा नहीं। ശാന്തമായി പറയാ, ചതിക്കുന്നവനല്ല എന്റെ ദൈവം. मेरा परमेश्वर कभी ना छोड़ता। നിന്നെ ചതിക്കാൻ ഏൽപ്പിച്ച് കൊടുക്കുന്നവനല്ല എന്റെ ദൈവം. तुम्हें ऐसा हानि पहुंचाने के लिए मेरा परमेश्वर ना देता है। സ്തോത്രം എന്ന് വിളിക്കുന്നു. നിന്നെ ചതിക്കാൻ എന്റെ ദൈവം അനുവദിക്കുന്നില്ല. आमीन आमीन। ഏതെങ്കിലും ബിസിനസ്സിലായാലും കുടുംബത്തിലായാലും ശരീരത്തിലായാലും തലമുറയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സഭയ്ക്കകത്താണെങ്കിലും പുറത്തുള്ള അയൽവക്കക്കാരുടെ നടുവിലാണെങ്കിലും ചതിക്കപ്പെട്ടിക്കൊണ്ട് നിന്നോട് നീ പോലും അറിയത്തില്ല ചതിക്കുന്നത്. പക്ഷേ ചതിക്കപ്പെട്ടാൽ നീ നിഷ്കളങ്കനാണെങ്കിൽ അല്പകാലം നീ വിഷമിച്ചിരുന്നാലും നീ അല്പകാലം താടിക്ക് കൈ കൊടുത്തിരുന്നാലും പേടിക്കണ്ട. സമയമാകുമ്പോൾ നിന്നെ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ദൈവത്തിന് ആത്മാവ് നിങ്ങളോട് ശക്തമായി ദൂതായി സംസാരിക്കുകയാണ്. जब लोग आपको धोखाबाजी कर रहे तब निराश न होना, आप निष्कलंक हो, निर्दोष हो, आराम से बैठ जाना। एक दिन परमेश्वर आपके लिए उत्तर क्या आएगा, आपको बचाएगा। ചതിക്കുന്ന ലോകം, ചതിക്കുന്ന ലോകം, ചതിക്കുന്ന ലോകം ഇതേ മനമേ, കൊതിക്കരുതിനെ മതിക്കരുതിൽ നീ, ചതിക്കുന്ന ലോകം ഇതേ. പഠിച്ചാൽ കൊള്ളാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഞാനത് പാടി, നിങ്ങൾ ചേർന്ന് പാടിയാ, ചേർന്ന് മൂളിയാൽ മതി. മുളിക്കൂ. ചതിക്കുന്ന ലോകം, ചതിക്കുന്ന ലോകം, ചതിക്കുന്ന ലോകം ഇതേ മനമേ, കൊതിക്കരുതിനെ മതിക്കരുതിൽ നീ, ചതിക്കുന്ന ലോകം ഇതേ മനമേ, കൊതിക്കരുതിനെ മതിക്കരുതിൽ നീ, ചതിക്കുന്ന ലോകം ഇതേ. ഇഹതല ബലവും ഭാഗ്യങ്ങൾ അഖിലം വേഗത്തിൽ പോയി മറയും. ഇഹതല ബലവും ഭാഗ്യങ്ങൾ അഖിലം വേഗത്തിൽ പോയി മറയും. മനമേ ജീവനും നശിക്കും, ദേഹിയും പിരിയും, നശിക്കുന്ന ലോകം ഇതേ മനമേ, ജീവനും നശിക്കും, ദേഹിയും പിരിയും, നശിക്കുന്ന ലോകം ഇതേ. ചെന്നുപടാ. നശിക്കുന്ന ലോകം, നശിക്കുന്ന ലോകം, നശിക്കുന്ന ലോകം ഇതേ മനമേ, കൊതിക്കരുതിനെ മതിക്കരുതിൽ നീ, ചതിക്കുന്ന ലോകം ഇതേ മനമേ, കൊതിക്കരുതിനെ മതിക്കരുതിൽ നീ, ചതിക്കുന്ന ലോകം ഇതേ. നേട്ടങ്ങൾ തുലയും, പാട്ടുകൾ കുറയും, ഓട്ടങ്ങൾ അതപ്പതിക്കോ. നേട്ടങ്ങൾ തുറയും, പാട്ടുകൾ കുറയും, നേട്ടങ്ങൾ അവസാനിക്കോ. മനമേ ക്രിസ്തുവിൻ ക്രൂശോ അടുത്തു നീ വന്നാൽ സകലതും ഭാഗ്യമതേ. മനമേ ക്രിസ്തുവിൻ ക്രൂശോ അടുത്തു നീ വന്നാൽ സകലതും ഭാഗ്യമതേ. ചതിക്കുന്ന ലോകം, മനമേ കൊതിക്കരുതിനെ. കയ്യിൽ ശക്തി പാടിക്കുക. ഇതിൽ നീ മരിക്കുന്ന ലോകം ഇതേ. ഓ ചതിക്കുന്ന ലോകം, ചതിക്കുന്ന ലോകം, ചതിക്കുന്ന ലോകം ഇതേ മനമേ, കൊതിക്കരുതിനെ മതിക്കരുതിൽ നീ, ചതിക്കുന്ന ലോകം ഇതേ. ഓ മനമേ കൊതിക്കരുതിനെ ചതിക്കുന്ന ലോകം. നിങ്ങളുടെ വിചാരം പാസ്റ്റർക്ക് പാട്ട് പാടാൻ അറിയാമോ എന്നല്ലേ? आप सोचते पास गाना भी, पुराना गाना भी गा सकते। അറിയാമയ്യായിട്ടല്ല, പാടാൻ സമയമില്ലാത്തതുകൊണ്ട്. समय मेरे पास नहीं, इसलिए मैं नहीं गाता हूँ। എനിക്ക് ഏറ്റവും ഇഷ്ടം വർഷിപ്പ് ലീഡ് ചെയ്യാനാ. मैं
इस बात में पसंद करता हूँ जो वर्शिप लीडिंग करने के लिए। അഞ്ചിത്താലത്തെ പാട്ട് പാടുന്നത് ഞാനും ഞങ്ങളുടെ രാജനും ഒക്കെ ഞങ്ങളുടെ ടീം ഉണ്ടായിരുന്നു പാട്ട് പാടാനായിട്ട്. जो पूर्व समय में जो अंजलितानंद चर्च में हम लोग मिलके गाते थे, ഒത്തിരി പാട്ട് എനിക്ക് കാണാതെ അറിയാം കേട്ടോ. कई गीत और मैं याद करके रखा हूँ। ഞാനൊക്കെ ഈ ഉപമ പഠിപ്പിച്ചപ്പോൾ ഒരു പാട്ട് പാടി. जब मैं दृष्टांत के बारे में सिखाता था तब मैंने एक गीत गाया। നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി ഒരു ലൈൻ പാടാൻ പോവുകയാണ്. आपको थोड़ा आनंद देने के लिए एक लाइन गाता हूँ। നിങ്ങൾക്ക് എന്നെ വലിയ കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ വിചാരം ഞാനൊരു പൊട്ടനാണെന്നാണ്. आप सोचते हैं मैं एक അവിടെ നിങ്ങൾക്ക് ബാക്കി തപ്പി പിടിച്ച് അതൊക്കെ പറഞ്ഞു വെച്ചു ഒരു പാസ്റ്റർ. कुछ लोग उधर से एक बात लेके आके प्रचार करके जाने वाले एक बात। അങ്ങനല്ല, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ തന്നെ എൻ്റെ മേലെ അഭിഷേകം ദൈവം തന്നിട്ടുണ്ട്. मैं जब माता जी का गर्भ में था परमेश्वर ने मुझे सेवाई के लिए अलग ही और अभिषेक भी दिया है। എനിക്ക് തന്നെ അറിയാം അഭിഷേകം എൻ്റെ മേലുണ്ടെന്ന്. मैं जानता हूँ मेरे ऊपर एक अभिषेक है। ആ അഭിഷേകത്തിലാണ് ഇന്ന് വരെ നിൽക്കുന്നത്. उस अभिषेक को ऊपर में उस अभिषेक से मैं आज भी ഈ खड़ा हूँ। അഭിഷേകം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. परमेश्वर के अभिषेक आपको ऊपर नहीं तो आप कुछ भी नहीं ഈ सामर्थ। രണ്ട് വാക്ക് കൂട്ടി പറയുന്നെങ്കിൽ അഭിഷേകം കൊണ്ട് പറയുന്നതാ. यदि आप दो शब्द मिला और सब प्रचार करना होते आपको ऊपर एक सामर्थ होना चाहिए। ആമേൻ. കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ 20 ദിവസമായി യേശു പറഞ്ഞ ഉപമകളെ കുറിച്ച് ഞാൻ പൗരുഷനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. पिछले 20 दिन से पौरुषन का द्वारा यीशु मसीह ने जो कहा दृष्टांत का बारे में ആ सिखाया। വചനം ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് ഒത്തിരി സംസാരിക്കാൻ തുടങ്ങി. जब उससे मैं सिखाता था उस दृष्टांत का द्वारा परमेश्वर मुझसे സമയം बातें കിട്ടിയാൽ की। ഈ സഭയെ ഞാൻ ഉപമ പ്രസംഗിച്ചിരിക്കും. यदि समय मिल गया तो एक दिन मैं दृष्टांत के बारे में प्रचार എനിക്കറിയാം करूं। ആരും ഈ സഭയെ കാണുന്നില്ലെന്ന് എനിക്കറിയാം. यदि मैं ऐसा प्रचार किया तो कोई भी यहाँ पर नहीं होगा। അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പായി ഇത് പ്രസംഗിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന്. मैं उम्मीद करता हूँ ये प्रचार करने के लिए भी मैं चाहता हूँ। ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. मैंने बोले एक गीत गाएगा कर। ആമേൻ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ കൈയടിച്ചു. ശ്രീനരപതിയേ സിയോൻ മണവാളനെ പഠിക്കേ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ ഓ 12 വയസ്സിങ്കൽ യേശുവേ നീ സ്വർപ്പുരം വെടിഞ്ഞു യുദ്ധ തന്നിൽ നിന്നു. ഓ 12 വയസ്സിങ്കൽ യേശുവേ നീ തള്ളയോടൊരുമിച്ചിശകേഹ ഓ സമൃദ്ധി ബാധിച്ച വീട് കണ്ട ശാസ്ത്രി വര്യരോടു ധർമ്മഭാഷണം നടത്തിയേ. ഓ സമൃദ്ധി ബാധിച്ച വീട് കണ്ട ശാസ്ത്രി വൈര്യരോടു ധർമ്മഭാഷണം നടത്തിയേ. മോദിച്ചു നീ സിയോൻ മണവാളനെ, മോദിച്ചു നീ സിയോൻ മണവാളനെ. അടുത്തിട്ടെ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം ഓ പഠിക്കേ. ഇടയർ കൂട്ടമായി വന്ന നേരം ഓ കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. ഓ കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. ഓ പട്ടിയിലുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ ഈ ക്ലിഷ്ടമാക്കിടപ്പു കണ്ടു ഞാൻ. ഓ പട്ടിയിലുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ ഈ ക്ലിഷ്ടമാക്കിടപ്പു കണ്ടു ഞാൻ. സിയോൻ മണവാളനെ, നരപതിയേ സിയോൻ മണവാളനെ. ഓ വന്നു മകർ നിന്നടുക്കൽ ശക്തിയോടെ. ഓ വന്നു മകർ നിന്നടുക്കൽ ശക്തിയോടെ. ഓ പൊന്നൂരു കുന്തിരിക്കൽ കാഴ്ചവെച്ചു. ഓ പൊന്നൂരു കുന്തിരിക്കൽ കാഴ്ചവെച്ചു.
മനസ്സിൽ സനമേൽപ്പതിരും ഓ തൽപുരം വെടിഞ്ഞു യൂദ തന്നിൽ വന്നു ഓ തൽപുരം വെടിഞ്ഞു യൂദ തന്നിൽ വന്നു ഓ സ്വൽപ്പവും മടിച്ചിടാതെ യൂദിനാലൊടുക്കിനുള്ളിൽ അൽപരാകും അത്യരന്നാമോ ഓ സ്വൽപ്പവും മടിച്ചിടാതെ യൂദിനാലൊടുക്കിനാലെ അൽപരാകും അത്യരന്നാമോ മരിച്ചൊരു സിയോൻ മണവാളനെ ഓ ശ്രീനരപതിയേ സിയോൻ മണവാളനെ ഓ 40 നാൾ ഉപവസിച്ചിടവേ നീ ഓ 40 നാൾ ഉപവസിച്ചിടവേ നീ ഓ താൽപര്യത്തോടടുത്തു വൈരിയായോ ഓ താൽപര്യത്തോടടുത്തു വൈരിയായോ ഓ ദുഷ്ടമ പ്രലോഭനത്തിനൊട്ടുമേ വഴിപ്പെടാതെ നിഷ്ഠയായ ഘോര വൈരിയെ ഓ ദുഷ്ടമ പ്രലോഭനത്തിനൊട്ടുമേ വഴിപ്പെടാതെ നിഷ്ഠയായ ഘോര വൈരിയെ ഓ തോൽപ്പിച്ചൊരു കയ്യടിച്ച് ശബ്ദമായി പാടിക്കട്ടെ മണവാളനെ ശ്രീനരപതിയേ ഇനി നമുക്കുള്ളതോ കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി ഓ കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി ഓ ദൃഷ്ടി പോയവർക്കു ഭവൻ കാഴ്ച നൽകി ഓ ദൃഷ്ടി പോയവർക്കു ഭവൻ കാഴ്ച നൽകി ഓ നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു ദുഷ്ടരായ 1000 ജനം ഓ നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു ദുഷ്ടരായ 1000 ജനം ഓ അൻപതിയേ സിയോൻ മണവാളനെ ശ്രീനരപതിയേ ഓ എത്ര കാലം ഞാൻ ഇവിടെ ജീവിച്ചിടോ എത്ര കാലം ഞാൻ ഇവിടെ ഹല്ലേലൂയ ഓ അത്ര നാളും നിൻ കൃപയെ ഞാൻ സ്തുതിക്കും കയ്യിൽ ശബ്ദമേ അത്ര നാളും നിൻ കൃപയെ ഞാൻ സ്തുതിക്കും ഓ അതിജീവവാസികൾക്കും ചിത്രമായ നിന്റെ നാമം ഉത്തരോത്തരം ഹല്ലേലൂയ ഓ വാസികൾക്കും ചിത്രമായ നിന്റെ നാമം ഉത്തരം നിനയ്ക്കുവാ ഓ അരുൾക നീ സിയോൻ മണവാളനെ അരുൾക നീ സിയോൻ മണവാളനെ ഓ കാശ് പോലും വിലയില്ല വിഷയത്തിൽ കാശ് പോലും വിലയില്ല വിഷയത്തിൽ ആശ എനിക്കല്ലാതെ യേശുവേ ഓ ആശ എനിക്കല്ലാതെ യേശുവേ ഓ നാശമേശിടാത്ത ദേശമാശയോടും നോക്കി വിശുദ്ധാശയോടെ ഓ നാശമേശിടാത്ത ദേശമാശയോടും നോക്കി വിശുദ്ധാശയോടെ നരപതിയേ സിയോൻ മണവാളനെ കയ്യടിച്ച് പാടിക്കട്ടെ ഓ ശ്രീനരപതിയേ സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ പാടിക്കോ മണവാളനെ ഓ ശ്രീനരപതിയേ സിയോൻ മണവാളനെ ആമേ ശ്രീനരപതിയേ Glory! ശ്രീനരപതിയേ സിയോൻ മണവാളനെ Glory! ശ്രീനരപതിയേ സിയോൻ മണവാളനെ ശ്രീനരപതിയേ ആമേൻ വർക്കത് കൈയടിച്ച് ഇനിയും വേണോ പാട്ട് ഇനിയും വേണോ ഇന്ന് 1 മണി വരെ പാടാൻ കൈപ്പാട്ടുണ്ട്
പക്ഷേ ഇന്ന് സമയമെടുക്കുന്നില്ല. പരിശുദ്ധനും ഗൈഡ് ചെയ്തുകൊണ്ട് പാടിയാണ് യേശുവിൻ്റെ ജീവചരിത്രത്തെ മൊത്തമായി കേന്ദ്രീകരിച്ചുകൊണ്ട് യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് മഹാകവി KV സൈമൺ സാർ എഴുതിയൊരു പാട്ടാണിത്. जो गीत यहाँ पर गाया है यीशु मसीह का जन्म से लेकर अंत तक उस बातों को अर्थ करके KV साइमन साहब नाम एक व्यक्ति ने ये गाना का गाया. ഇപ്പോഴത്തെ ഉണ്ടുണ്ടം പാട്ട് മാത്രമല്ല, ഇങ്ങനെയുള്ള പാട്ടുമുണ്ട്. ऐसा पूर्व जो भक्तों ने गाया होगा गाना भी है. നമുക്കിപ്പോൾ ഐ ലവ് യു ജീസസ്, ലവ് യു ജീസസ്. अभी का गाना ऐसा है जीसस आई लव यू, यीशु मैं प्यार करता हूँ ऐसा गाना. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആരെ ലവ് ചെയ്യുന്ന ദൈവത്തിനറിയാം. जो बाहर गाना गा के बाहर आते किसी से भी प्रेम नहीं करता. സ്തോത്രം. പഴയ നല്ല പാട്ടുകൾ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ അപ്പന്മാരോട് അമ്മമാർ പറയാണ് ഈ 6000 പാട്ടുള്ള പാട്ടുപുസ്തകം മേടിച്ച് വീട്ടിൽ വെക്കണം. ഞാൻ 3 മേടിച്ചിട്ടുണ്ട്. ഒന്ന് എനിക്കും ബീരാക്കിട്ട് പാടാന്, ഒന്ന് ഞങ്ങളുടെ ജിവിനെ സ്നേഹിക്കും പാടാന്, ഒന്ന് വത്സയ്ക്ക് പാടാനായിട്ട്, ഞങ്ങളുടെ സഹോദരിക്ക് പാടാനായിട്ട്. 3 പേരും ഓരോ പാട്ട് ആദ്യം തൊട്ട് പാടിക്കൊണ്ടിരിക്കുക. ഓരോ പാട്ട് അറിയാവുന്ന പാട്ട് പാടും, അറിയാമത് സ്കിപ്പ് ചെയ്യും. എല്ലാവരും മേടിച്ച് പാടണം. പ്രിയമുള്ളവരെ, അമ്മ 1000 രൂപ അയ്യോ നെഞ്ച് തിരിപ്പിക്കൂടെ നടക്കുക. 5000 രൂപ ഗുളിക കഴിക്കാൻ ഒരു കുഴപ്പമില്ല. സ്കാനിങ്ങിന് 15000 കൊടുക്കാൻ ഒരു പ്രയാസമില്ല. 1000 രൂപയോ ഒരു പാട്ട് പുസ്തകം. 6000 പാട്ട് ഇതിൻ്റെ പെരക്കകത്ത് കിട്ടുക. ഇന്ന് പ്രസംഗിക്കാനൊക്കത്തില്ല, ബാക്കി നമുക്ക് പറയാം. കർത്താവ് ദൈവത്തിന് നിങ്ങൾ പറയും ഇന്ന് പാസ് ചെയ്യുന്ന പാടി ഞങ്ങൾ വിട്ടെന്ന് പറയും. അത് നമുക്ക് വിഷയത്തിലേക്ക് വരാം. मैं प्रचार करना चाहता कुछ गाना पवित्र आत्मा मुझे प्रेरणा दी इसलिए मैं गाया हूँ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? यहाँ पर क्या कठिनाई घटी? അമ്മ 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി. याकूब इस प्रकार कहा तुम्हारा पिताजी ने 10 बार मुझे धोखा दिया. 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയെങ്കിലും ദൈവം കൂടിയിരുന്നു. जो 10 बार भी मुझे धोखा दिया तुम जो भी है ले लिया फिर भी मेरा परमेश्वर मुझे ना छोड़ा. നിങ്ങൾ ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പോകണം. आपको एक बात समझ कर आप से जाना है. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒന്നെടുത്തിട്ട് പോലെ വായിച്ച വേദഭാഗം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10 മുതൽ ഉൽപ്പത്തി 28 का 10 से लेकर. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു യാക്കോബ് അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അവന്റെ ജീവിതത്തിൽ ദൈവ സ്വപ്നങ്ങൾ കൊടുക്കുകയാണ്. जब याकूब अपना घर से निकला तब से लेकर यहोवा परमेश्वर उनको दर्शन में प्रकट हुआ. യാക്കോബിന്റെ ജീവിതത്തിന്റെ ഓരോ ഭാഗം ദൈവം ഇറങ്ങി വരുന്നത് സ്വപ്നത്തിൽ കൂടാ. याकूब का जीवन में हर एक समय में परमेश्वर स्वप्न में उनसे बातें करता. അവന്റെ ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങൾ അവർ സ്വപ്നത്തിൽ കൂടെ ദൈവത്തോട് പറഞ്ഞു. परमेश्वर ने याकूब से कहा भविष्य में क्या क्या हो घटनाएं घटेगा ये सब स्वप्न में परमेश्वर ने बताया. സ്വപ്നത്തിൽ ദൈവം ലൈവായിട്ട് ഇറങ്ങി വന്നു. സ്വപ്നത്തിൽ യാക്കോബ് ലൈവായി നിൽക്കുക. याकूब के सामने परमेश्वर खुद उतर के आया है. ഞാൻ വായിക്കാൻ സമയത്ത് ദൈവം ഈ സ്വപ്നത്തിൽ യാക്കോബിനോട് എന്ത് പറഞ്ഞുകൊണ്ടിരുന്നോ അതിന് മറുപടി യാക്കോബ് സ്വപ്നത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. जब परमेश्वर ने याकूब से जब बातें करता था तब याकूब भी परमेश्वर से भी बातें करता है. എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ട് വരണം എന്ന് ഉറക്കത്തിൽ പറയാ യാക്കോബ്. याकूब अपना नींद में परमेश्वर से बताते मेरा पिताजी के घर में मुझे वापस लेके आना. ദൈവമക്കളെ, നിങ്ങളുടെ ഉറക്കത്തിൽ പോലും ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. अब जब नींद में सोते वक्त भी परमेश्वर आपसे बातें कर सकते हैं. ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്ന് രാത്രി സ്വപ്നത്തിൽ ഇടപെടണമേ നീ പ്രാർത്ഥിക്കണം. अब सोने से पहले इस प्रकार प्रार्थना करना प्रभु जी मैं नींद में भी मुझसे बातें करना. സിനിമാനും സീരിയലും കൂടെ ഇരുകാര്യം മൃഗങ്ങളുടെ ചാട്ടം കണ്ടാൽ ചില കിടന്ന് ഉറങ്ങുന്നു, പിന്നെ അങ്ങനെ സ്വപ്നം കാണുന്നത്. सीरियल और सिनेमा देख के सो जाते फिर कैसे स्वप्न देखेंगे. മൊബൈലിനകത്ത് മാന്തി കൈയും കുഴിഞ്ഞാ വന്ന് കിടക്കുന്നത്. और मोबाइल देखे थक हो के सोते. ആമേൻ. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആന വരുന്നു, പാമ്പ് വരുന്നു, കടുവ വരുന്നു, പുലി വരുന്നു, ഇതാ കണ്ടുകൊണ്ട് കിടക്കുന്നത്. इत्यादि बातों देखने के बाद नींद में हाथी आ रहे और इत्यादि जानवर आ रहे करके सपना देखेंगे. പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി രാത്രി ഒന്ന് കിടന്ന് ഭാവിയിൽ നിന്റെ കുടുംബത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ സ്വപ്നത്തിൽ ദൈവം നിന്നെ വെളിപ്പെടുത്തും.
अब प्रार्थना करके आत्मा में बातें करके सो जाइए। परमेश्वर आपके लिए भविष्य में क्या होने जा रहे हैं आपसे बता देंगे। യാക്കോബിന്റെ ജീവിതം ആരംഭിക്കുന്ന സ്വപ്നം കൊണ്ടാണ്. याकूब का जीवन आरंभ ऐसे हुई स्वप्न का द्वारा शुरू की। എല്ലാവരും പ്രാർത്ഥിച്ചു വലിയ വിടുതൽ നടക്കാൻ പോവുകയാണ്. सब लोग प्रार्थना पूर्व बैठ जाइए। യാക്കോബിന്റെ ജീവിതം തുടങ്ങുന്ന സ്വപ്നം കൊണ്ടാണ്. याकूब का जीवन का आरंभ स्वप्न का द्वारा शुरू की। ഒന്നാമത്തെ സ്വപ്നത്തിൽ കണ്ട ദർശനം എന്താണെന്നറിയാമോ? सबसे पहले उसने दर्शन में ये देखा, ഏറ്റവും കാണാൻ കൊള്ളാവുന്ന ഒരു സ്വപ്നമാണ്. अच्छी एक दर्शन उनका सामने आया। സ്വർഗത്തിന്റെ ഭൂമി വരെ എത്തുന്ന ഒരു ഗോവേണി. ऐसा सीढ़ी उसने देखा, स्वर्ग से लेकर पृथ्वी तक पहुंचने वाला सीढ़ी। ആന്റി ഗോവേണി മാത്രം കണ്ടാൽ കുഴപ്പമില്ലായിരുന്നു. ഗോവേണി കൂടെ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നു. उसने केवल सीढ़ी ना देखा और सीढ़ी से दूध लोग ऊपर नीचे उतरते चढ़ते हुए देखा। ഇന്ന് പകൽ ആ ദർശനം കാണുന്ന ഈ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. आज दर्शन देखने वाला परमेश्वर के लोग पृथ्वी प्रभु को धन्यवाद देना चाहता है। ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഗോവേണി और दुनिया का सबसे बड़ी सीढ़ी यही है। സ്പേസ് സെന്ററിലോട്ട് ഒരു അമ്മാമ്മയെ വിട്ടിട്ട് അമ്മാമ്മയ്ക്ക് ഇതിൽ വരാൻ പറ്റത്തില്ല, അവിടെ വണ്ടി കേടായി പോയിന്ന്. സ്പേസ് സെന്ററിൽ जो विदेश आकाश में जाने के लिए और एक किसी को छोड़ा, उसका जो जो जाने के लिए जो यंत्र तैयार किया था वो खराब हो गया, वापस नहीं आ सकता था। പത്രം വായിച്ചാലൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. ചെറിയ മുഴിച്ച് നോക്കുന്നു എന്ത് വന്ന്. अखबार पढ़ना तब ये पता चलेगा। ഇതിൽ കൂടുതൽ പറയാൻ സൗകര്യമില്ല. ഇതിൽ കൂടുതൽ പറയാൻ സൗകര്യമില്ല. इससे ज्यादा बोलने के लिए मेरे पास समय आई नहीं। അത്ര അറിഞ്ഞാൽ മതി. इतने जानना बस। ആമേൻ. അവിടെ സംഭവം നടന്നെന്നാ. बस आकाश मंडल में एक घटना ही घटी, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. वापस आ नहीं सकते। ആമേൻ. ദൈവത്തിന്റെ ഗോവേണി ഉണ്ടല്ലോ, ये सीढ़ी यहाँ पर आप देखते हैं, ഇടയ്ക്ക് ഒടിയുന്ന ഗോവേണിയല്ല, और बीच में टूटने वाला सीढ़ी नहीं है, ഇടയ്ക്ക് കട്ട് ചെയ്യുന്ന ഗോവേണിയല്ല, और बीच में काटा हुआ सीढ़ी नहीं है। ഗോവേണിയുടെ ഉയരം മേലെ മുതൽ താഴെ വരെ ദൂതന്മാർ ഇറങ്ങിയ जो सीढ़ी आप देखते हैं, याकूब ने देखा, प्रीति से लेकर स्वर्ग तक पहुंचने वाला सीढ़ी है। നിന്നോട് പറയാൻ ദൂത് എനിക്കുണ്ട്. आपसे एक संदेश बताना നീ चाहता हूँ, രാത്രി ഉറങ്ങിയാലും നിന്റെ പരക്കകത്തേക്ക് വരുന്ന ദൈവത്തിന്റെ ഗോവേണിയുണ്ട്. यदि आप रात को सो जाओ तो भी परमेश्वर का जो सीढ़ी आपका घर में उतर के आ रहे हैं। വെറുതെ മാണ്ടി കിടന്ന് ഉറങ്ങല്ലേ. ദൈവത്തിന്റെ ഗോവേണി നീ പകൽക്കാലം ആത്മാവിൽ കാണണം. आज यहाँ पर बैठ के रात के वक्त सोते वक्त भी आत्मा में परमेश्वर ने आपके लिए जो नीचे उतरने वाला सीढ़ी को देखना है। അവരെ യാത്ര തുടങ്ങുന്ന സ്വപ്നം കൊണ്ടാണ്. याकूब का यात्रा का आरंभ स्वप्न का द्वारा शुरू किया। ഇടയ്ക്കത്തെ സ്വപ്നം പറയാൻ എനിക്ക് നേരമില്ല. बीच में जो घटनाएं घटी बोलने के लिए मेरे पास समय आई 20 വർഷം അവൻ വേല ചെയ്തു. 20 साल उसने मेहनत की। അവന്റെ നന്മ മുഴുവൻ ലാബാനെ അടിച്ചു മാറ്റി. 20 साल का जो मेहनत जो परिश्रम लाबान ने ले लिया, ലാബാന്റെ മുഖം മാറി. और लाबान का जो चेहरा बदलने लगा। ദൈവം പറഞ്ഞു, परमेश्वर ने बोला, യാക്കോബേ याकूब ഇനി ഇവിടെ നിൽക്കണ്ട, अभी यहाँ पर मत ठहरना, നീ പൊക്കോ, ഞാൻ കൂടുണ്ട്. तुम चला जाओ, मैं तुम्हारा संग रहूंगा। ഇന്നിരാ പകൽ ദൈവം ഇനി നീ നിൽക്കണ്ട, പുറപ്പെട്ടു. याकूब, परमेश्वर ने कहा, याकूब यहाँ मत ठहरो, तुम चला जाओ। ആരുമില്ലെങ്കിലും ദൈവം കൂടുണ്ട്. चाहे कोई भी ना तो भी परमेश्वर तुम्हारा संग है। ആരെല്ലാം കൈവിട്ടാലും ദൈവം കൈവിടത്തില്ല. कोई भी छोड़ो, परमेश्वर तुम्हें नहीं छोड़ेगा। 20 വർഷമായി നീ നേടിയ നന്മകൾ അപഹരിക്കാൻ ദൈവം ലാബാനെ അനുവദിക്കത്തില്ല. और 20 साल से जो भी मेहनत किया सब कुछ लाबान ने ले लिया। നിന്റെ നന്മ അപഹരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അനുവദിക്കും. ദൂത് പറയുക, നന്മകൾ അപഹരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. आपको जो भी संपत्ति है दुष्ट ले जाने के लिए परमेश्वर अनुमति നിന്നുള്ള ദൈവത്തിന്റെ ദൂതാ ഇന്ന് പകൽക്കാലം. आपसे एक संदेश है ये, നന്മ അപഹരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. परमेश्वर अनुमति ना देगा। ദൈവം ദൂതനെ അയച്ചിട്ടുണ്ട്. परमेश्वर अपने दूतों को भेजा है। എവിടെയൊക്കെ സ്വപ്നം കൊടുക്കണമോ അവിടെ എല്ലാം ദൈവം സ്വപ്നം കൊടുക്കും. देखो, परमेश्वर से बातें करना, परमेश्वर बातें करेगा। ആമേൻ. आमीन। യാക്കോബ് പറയുക, याकूब कहता है, രാത്രിയും പകലും നോക്കാൻ ഞാൻ അധ്വാനിച്ചതാ. दिन और रात मेरे परिश्रम की, പകലത്തെ വെയില്, രാത്രിയത്തെ ശൈത്യം. दिन में इतने धूप मेरे ऊपर आया, रात को ठंड भी में നീ ഒന്നും എനിക്ക് ഓസി തന്നിട്ടില്ല. आपने मुझको कुछ भी ना दी। എല്ലാം ഞാൻ നേടിയെടുത്തതാ. मेरे मेहनत का द्वारा, എന്നിട്ട് നീ എന്നെ അപഹരിക്കുക. परिश्रम का द्वारा जो भी मिला वो भी आप वापस ले അവൻ रहे हैं। ഇറങ്ങി ഓടുകയാ.
वो दौड़ के जा रहे हैं അവൻ ഇടയ്ക്കത്തെ കാര്യം പറയാൻ സമയമില്ല. ഓടി പോകുമ്പോൾ जब वापस दौड़ के जाता था ലാബാൻ പുറകെ ഓടി. लाबान पीछे पड़ गया അവൻ 3 ദിവസം ലാബാൻ ഓടി. और 3 दिन लाबान भी दौड़ने लगा വായിച്ചു പറയാൻ സമയമില്ല. पढ़ने के लिए समय नहीं है 3 ദിവസം ഓടി. 3 दिन वो लगातार दौड़ने लगा അമ്മേൻ 3-ാം ദിവസമായപ്പോൾ യാക്കോബിന്റെ അടുക്കലെത്തി. और तीसरे दिन लाबान ने याकूब का निकट पहुंचा അപ്പൊ ദൈവം ഇടയ്ക്ക് ഇടപെട്ടു. और परमेश्वर ने लाबान से बातें करने लगा ലാബാൻ രാത്രിയിൽ ക്ഷീണിച്ച് ഉറങ്ങി കിടക്കുമ്പോൾ ദൈവ സ്വപ്നത്തിൽ ലാബാൻ അടുക്ക വന്നു. जब दौड़ कर जब कमजोर पड़ गया तब रात को परमेश्वर ने लाबान का सामने आके कहा മിസ്റ്റർ ലാബാൻ, ये लाबान നിന്റെ മരുമോനായിരിക്കും, ये आपका जो सन्निल्लो है നിന്റെ 2 പെൺപിള്ളാരുടെ ഭർത്താവായിരിക്കും. आपका 2 बेटियों का पति है 20 വർഷം നീ അവനെ ചാറ് ഊറ്റി. 20 साल जो परिश्रम की वो सब आपने ले लिया ആമേൻ. നീ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. आप उनको धोखा दे रहे हैं ഇനി എന്റെ മോനെ കളിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. अभी मैं तुझे अनुमति ना देगा उनको और धोखा करे। ശ്രദ്ധിച്ചു കേട്ടോ. ध्यान से सुनो ഒരു ഫൈനൽ വാർണിംഗ് ദൈവം കൊടുത്തു. ये उन्हें आखिरी शब्द परमेश्वर ने ഒരു दिया ഫൈനൽ വാർണിംഗ്. ये चितौनी दे दिया എന്താ വാർണിംഗ് അറിയാമോ? ये चितौनी क्या था എന്റെ ദാസനായ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാൻ ഞാൻ നിന്നെ അനുവദിക്കുന്നില്ല. मैं तुझे अनुमति ना देगा मेरा दास याकूब के साथ भलाई हो बुराई हो कुछ भी ना करना താലിയം ബജാക്കെ പ്രഭുക്ക് ധന്യവാദ് കരങ്ങൾ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞോട്ടെ നിന്നോട് ചെയ്യാൻ ദൈവം അനുവദിക്കുന്നില്ല യേശുവിന്റെ നാമത്തിൽ ജയം യേശുവിന്റെ ആശ്രിക നാമം ജയ് എന്റെ ദാസനായ യാക്കോബ് मेरा भक्त याकूब का साथ അവനോട് ഗുണമോ ദോഷമോ പറയാൻ ഞാൻ നിന്നെ അനുവദിക്കുന്നില്ല. उनके साथ भलाई हो बुराई करने के लिए तुझे अनुमति ना देगा നിന്റെ വിചാരം നിന്നെ എല്ലാം ചോണ്ടാമെന്നല്ലേ? आप सोचेंगे सब आपको ऊपर और आपको आपका खिलाफ है നിന്റെ പേര് കമന്റ് അടിക്കാമെന്നാ നീ വിചാരിച്ചല്ലേ? आप सोचेंगे लोग आपका ऊपर जो कमन कर रहे हैं നീ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുറിച്ച് തകരയല്ല. आप एक दिन के अंदर ऊपर आया हुआ व्यक्ति नहीं है വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒലിച്ചു കയറി സഭയ്ക്കകത്ത് വന്നതല്ല. जो पहाड़ आया पहाड़ में आप चर्च के अंदर नहीं आया ദൈവത്തിന്റെ സഭയ്ക്കകത്ത് നിന്നെ നട്ടിരിക്കുകയാണ്. परमेश्वर ने आपको कलीसिया के अंदर लेके आया है നിന്നെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ओ तुमने छूने के लिए हमारा परमेश्वर किसी को भी अनुमति ना देगा ഇത് ആത്മാവിൽ പറയുകയാണ്. मैं आत्मा में बताता हूं എന്റെ ദാസനായ യാക്കോബിന്റെ മേൽ നീ ഗുണമോ ദോഷമോ പറയാൻ പാടില്ല. ए लाबान से परमेश्वर ने कहा मेरा भक्त याकूब का खिलाफ चाहे बुराई चाहे भलाई न करना എല്ലാവരും ശരിക്കും കൈ അടിച്ചേ. सब लोग तालियां बजा के ഒരു വിടുതൽ നടക്കട്ടെ आमेन യേശുവിന്റെ നാമത്തിൽ. यीशु का नाम में യേശുവിന്റെ നാമത്തിൽ. यीशु का नाम में ओ सब लोग प्रभु को धन्यवाद दे दिए यीशु मसीह का नाम में आज आत्मा में आराधना किए परमेश्वर आपको छुटकारा देने जा रहे हैं इതുപോൽ അത്ഭുതങ്ങൾ നടക്കട്ടെ ഓ ദൈവം സംസാരിക്കുന്ന ദൈവമാണ് നിനക്കെതിരെ ചെയ്തവരോട് സംസാരിക്കുന്ന ദൈവമാണ് പ്രയർ സെന്ററിൽ ഇന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ ഞാൻ പറയുന്നു, प्रार्थना पूर्व यहाँ पर आराधना सभा में शामिल होने वाले लोगों से मैं बताना चाहता हूँ മന്ത്രി ലെവലിലോ കോടതി ലെവലിലോ മുനിസിപ്പൽ ലെവലിലോ കുടുംബ ബന്ധങ്ങളിലോ നാട്ടുകാരിൽ നിന്നോ അയൽവക്കക്കാരിൽ നിന്നോ പ്രാർത്ഥിക്കുന്ന നിന്റെ നേരെ ഒരു ചെറിയ വിരൽ അനക്കാൻ എന്നെ അനുവദിക്കത്തില്ലെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. प्रार्थना करने वाला आराधना करने वाला कोई अधिकारी भी एक छोटी उंगली भी नहीं उठाएगा परमेश्वर അനുമതി नहीं देगा അനുവദിക്കത്തില്ലെന്ന് വിശ്വസിച്ചാട്ട് എന്റെ ദൈവം അനുവദിക്കത്തില്ല വിശ്വസിച്ചോട്ട് പറഞ്ഞാണ് എന്റെ ദാസനായ യാക്കോബിന്റെ മേൽ നീ ഗുണവും ദോഷവും പറയാൻ പാടില്ല. मेरा भक्त याकूब के खिलाफ तुम कुछ भी ना करना എല്ലാം മനസ്സിലാവുന്നു. ചില വായും പൊളിച്ചിരിക്കുക. कुछ लोग मुझे देखते നിന്നോട് ദൂതാ പറയുന്നത്. मैं आपसे बताना चाहता നീ हूँ നെട്ടോട്ട് ഓടണ്ട. आप उधर उधर दौड़ना നീ नहीं നേരെ ജീവിച്ചാ മതി. आप निष्पाप जीवन നീ बिताइए കൃപയിൽ നിന്നാ മതി. आप अनुग्रह में खड़ा हो നീ जाइए അഭിഷേകത്തിൽ നിന്നാ മതി. आप शक्ति में सामर्थ में खड़े हो जाए കേട്ടോണേ ध्यान से सुनना ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു പൈസയും നിന്റെ പോക്കറ്റിൽ വന്നിട്ടില്ലെങ്കിൽ
ബൈബിളിൽ നിന്ന് പറയുന്നു യാക്കോബ് നേടിയത് അവിഹിതമായിട്ടല്ല, നേരായ മാർഗത്തിലാ. അവൻ ഉപായിയാണെന്നെങ്കിലും ഈ കാര്യത്തിൽ അവൻ ഉപായം കാണിച്ചില്ല. അവൻ നേരെ നിന്നപ്പോൾ അവന് വേണ്ടി സ്വർഗം നേരെ നിന്നു. याकूब 20 साल भी जो भी कमाया परिश्रम से पसीना से कमाया वो सच्चाई जीवन बिताया तो परमेश्वर स्वर्ग भी उनके लिए खड़ा हो जाएगा. 5 मिनट ക്ഷമിക്കണേ. आमीन. ഈ പാട്ട് പാടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണോ? मैं आपको ये समझाना चाहता हूँ. ഈ യാക്കോബ് പറയാ, याकूब का होता है, ലാബാൻ പറയാ, लाबान का होता है 31-29 और നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തി ഉണ്ട്. और तुम्हारे खिलाफ कार्य करने के लिए मेरे पास शक्ति है. നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. കേട്ടോ, ഈ വിവരം യാക്കോബ് അറിഞ്ഞില്ല. സ്വപ്നത്തിൽ ദൈവം ഇടപെട്ട കാര്യം യാക്കോബ് പറഞ്ഞേ യാക്കോബ് പഠിച്ചിരിക്കുക. ലാബാൻ അങ്ങോട്ട് പറയാം, എൻ്റെ മോനെ, എൻ്റെ മരുമോനെ, എൻ്റെ പൊന്നുമോനെ, നിന്നെ തറക്കാൻ ഞാൻ സംഭവമായിട്ട് വന്നതാ. പക്ഷേ നിൻ്റെ അപ്പൻ്റെ ദൈവം ഉണ്ടല്ലോ, എന്നോട് കഴിഞ്ഞ രാത്രി ഇറങ്ങി വന്ന് നിന്നെ തൊടല്ലെന്ന്. लाबान ने कहा था याकूब बेटा सुन लो, तुम्हारा खिलाफ कार्य करने के लिए मैं आया, लेकिन कल रात तुम्हारा पिताजी का परमेश्वर मेरा सामने उतर के आया और कहा तुम्हारे खिलाफ कुछ भी ना करना. हालेलुया. നീ എന്നെ മരുമോനാ, आप मेरा बेटा सन നിന്നെ എന്തും ചെയ്യാൻ അധികാരം എനിക്കുണ്ട്. मेरे पास अधिकार है तुम्हें चुनने के लिए. പക്ഷേ എന്റെ അപ്പന്റെ ദൈവം എന്നെ കൈ അറസ്റ്റ് ചെയ്തു. लेकिन तुम्हारा पिताजी का परमेश्वर मेरे हाथ में जंजीर डाला है. ഗുണോ ദോഷം മിണ്ടല്ലെന്ന് പറഞ്ഞിരിക്കുക. मुझसे कहा तुम मुंह न खोलना. ചില അന്ധകാര മേഖലകളിൽ Jesus. നിനക്കെതിരെ വന്ന ചില കെട്ടുകളെ Amen. കർത്താവ് ഇന്ന് പകൽ അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. कुछ अंदर शक्ति को प्रभु ने आज अरेस्ट करके रखा है. നിന്നെ തൊടത്തില്ല ആന്റി, आपको छुएगा नहीं. അങ്കിളെ തൊടത്തില്ല. अंकल आपको छुएगा नहीं. ഇതൊരു കഥയല്ല, ये कहानी नहीं है. ഇതൊരു കഥയല്ല, ये कहानी नहीं है. നിന്നോട് ദൈവത്തിന്റെ ദൂതാ. कहानी नहीं बताता, आपसे संदेश बताता हूँ. യാക്കോബിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന പകൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. यदि याकूब के लिए परमेश्वर स्वर्ग से उतर के आया तो तुम्हारे लिए भी परमेश्वर कार्य करेगा. എനിക്ക് എങ്ങനെ പറയുന്ന അറിയത്തില്ല. हालेलुया. ദൈവത്തിന് സ്തോത്രം. परमेश्वर को धन्यवाद हो. ഒന്നുകൂടെ പറഞ്ഞ് നിർത്താൻ പോവുക. एक बात बोल के मैं समाप्त करना चाहता ഇനിയും പറയാൻ വന്ന് ശ്രദ്ധിച്ചു കേട്ടോണം. हूँ. जो बात में बताना जा रहा है आप ध्यान से सुनना. സ്വപ്നത്തിൽ ദൈവം ഇടപെട്ടു വന്ന വഴിക്ക് दर्शन में परमेश्वर ने उनसे बातें की. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വപ്നം ദൈവം കൊടുത്തു. जो घर से बाहर निकला तब दर्शन दी. ലാബാനോട് ദൈവം സ്വപ്നത്തിൽ ഇടപെട്ടു. और लाबान से भी उनका अंकल से भी स्वप्न से നമ്മുടെ बातें की. വിഷയം സ്വപ്നത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ അഭിഷേകമാണ്. हमारा संदेश का सारांश यही है, स्वप्न में बातें करने वाला परमेश्वर. 20 വർഷം യാക്കോബ് പ്രവർത്തിച്ചിട്ടും യാക്കോബിന് നന്മ ഉണ്ടാകുന്നില്ല. याकूब ने 20 साल परिश्रम की, परंतु उनको कुछ भी भलाई नहीं हुई. ജോലി ചെയ്തിട്ടും എല്ലാം ഒഴുകിപ്പോവാ പോക്കറ്റിൽ നിന്ന്. कुछ लोग कहते जब मेहनत करते परिश्रम करते हाथ में पैसे आते लेकिन हाथ से निकल जाते हैं. എല്ലാം പാഴ്ചെലവാ, सब व्यर्थ काम में जाते हैं. എല്ലാം കഷ്ടവും നഷ്ടവും. सब कष्ट और संकट है. മുഴുവൻ ആശുപത്രിക്കാരും കൊണ്ടുപോവാ. ज्यादा से ज्यादा पैसा हॉस्पिटल में देता है. ദൈവം ഇറങ്ങി വന്നു. परमेश्वर उतर के आना है. ദൈവത്തിന് സ്തോത്രം. परमेश्वर का धन्यवाद. ലാബാനോട് പറയാ, ये लाबान से परमेश्वर का होता है, വരയും പുള്ളിയും ഉള്ളത് ആമേ നീ യാക്കോബിന് കൊടുക്കണം. और कुछ निशाना लगा हुआ मेमना को तुम याकूब को देना है. ദൈവത്തിന് സ്തോത്രം. ഒരു ആത്മീയ മർമ്മം പറയാൻ പോകും കേട്ടോ. അതൊരു പറഞ്ഞ് ഞാൻ നിർത്തും. ബാക്കി അടുത്ത ആഴ്ച പറയാം. आत्मीय भेद में बताना चाहता हूँ. കേൾക്കണേ, അടുത്ത ആഴ്ച വരണം. और सुनना तो अगले हफ्ते आना. ഒന്നിനാടെ വരുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. बीच बीच में आने वालों को कुछ भी समझ में नहीं आएगा. മാസത്തിൽ ഒരിക്കൽ വരുന്നവർക്ക് ഒന്നും പിടികിട്ടത്തില്ല. महीने में एक बार आने वालों को भी कुछ भी समझ എല്ലാ ആഴ്ച വരുന്ന വിശുദ്ധർക്ക് കാര്യം പിടികിട്ടും. और हर हफ्ते आने वाले लोगों को समझ में आएगा. സീരിയലായിട്ടുള്ള മെസ്സേജ് ആയതുകൊണ്ടാണ്. ये लगातार बोलने वाला संदेश है. ശ്രദ്ധിച്ചു കേട്ടോണേ. ध्यान से सुनना. ഈ ലാബാൻ നോക്കിയപ്പോൾ ഈ ലാബാന്റെ ആടുകളെല്ലാം ഒന്നി വെളുത്തത് അല്ല കറുത്തത്. जब लाबान के लिए अलग किया जो मेमना है, एक तो काला होगा ना तो एक गोरा होंगे. അപ്പൊ 20 വർഷം സേവിച്ചപ്പോ അവൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ. और इससे याकूब ने 20 साल सेवाई की, मेहनत की, उनको कुछ देना है. ശ്രദ്ധിച്ചു കേട്ടോ ഞാൻ പറയാൻ പോന്നേ. ध्यान पूर्व सुनना है. അപ്പൊ യാക്കോബ് വെള്ളയാടിനെ അല്ല നീ എടുത്തോടാ എന്ന് പറഞ്ഞാൽ
വെള്ളയാടിനെ എല്ലാം എടുത്തോളം പറഞ്ഞാൽ यदि लाबान कहे तुम जैसे गौरव है जो ओ मेमना को आप ले लो ഒത്തിരി ആടിനെ യാക്കോബിന് കിട്ടും. और ज्यादा से ज्यादा मेमना याकूब को मिलेंगे. എന്നാൽ കറുത്ത ആടിനെ എല്ലാം എടുത്തോളം പറഞ്ഞാൽ ഒത്തിരി ആടിനെ യാക്കോബിന് കിട്ടും. ओ लाबान कहे तुम जो काला कलर है उनको ले लो तो ज्यादा से ज्यादा याकूब को जाएंगे. യാക്കോബ് ഉബായിയാണ്. याकूब का नाम ही ऐसे धोखाबाजी करने वाला है. ഉബായിക്ക് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ലാബാന്. और है जो धोखाबाजी करने में लाबान ने डॉक्टरेट भी ले रखा है. 5 വർഷത്തെ കോഴ്സ് പാസ്സായതാ. वो 5 साल की कोर्स पास हो. കാര്യം അവൻ അങ്ങനെ വന്നേ പറ്റത്തുള്ളല്ലോ. और ऐसे यहाँ है. നീ ഉപായം കാണിച്ചാൽ നിന്നെ ഉപായുടെ വീട്ടിൽ കൊണ്ടത് 20 വർഷം താമസിപ്പിക്കും. अगर आप किसी को धोखाबाजी दे आपको 5 साल के प्रति 20 साल किसी के घर में लेके. എന്നാ വാസി എനിക്ക് ഇങ്ങനെ പറ്റിയത്? നീ വലിയ ഉപായി ആയതുകൊണ്ട് അങ്ങനെ പറ്റിയത്. आप सोचेंगे मुझको क्या ऐसा है. आप भी किसी को भी धोखाबाजी किया നീ हो. ആരാ മോളെന്ന് അറിയാമോ? തലേ തുണി കെട്ടി പമ്മ ഇരിക്കുന്നുള്ളൂ. നീ ആരാ മോളം ദൈവത്തിന് അറിയാം. നീ വെള്ളയൊക്കെ കൊടുത്ത് വന്നിരിക്കുന്നത് നീ ആരാ പുള്ളിയെന്ന് ദൈവത്തിന് അറിയാം. Amen. ആരും ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ കാര്യമല്ലേ, മൊത്തത്തിലൊക്കെ പറഞ്ഞതാ. ദൈവത്തിന് നിന്നെ അറിയാം, ദൈവത്തിന് നല്ലപോലെ അറിയാം. परमेश्वर आपको जानता है. ദൈവത്തെ കളിപ്പിക്കാൻ ആരും നോക്കണ്ട. परमेश्वर को कोई धोखाबाजी ഇപ്പൊ नहीं. ലാബാന്റെ കാൽക്കുലേഷൻ ശ്രദ്ധിച്ചോളൂ. ലാബാന്റെ കാൽക്കുലേഷൻ लाबान ने इस प्रकार सोचा എന്റെ കയ്യിൽ നിന്ന് മിനിമത്തിൽ കൂടുതൽ അവന്റെ കൈ ചെല്ലാൻ പാടില്ല. और मेरा हाथ से मिनिमम मेमना उनका हाथ में पहुंचना. ഇതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുമേ. ये बात बोल के समाप्त करें. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. बाकी मैं अगले हफ्ते बता പാട്ട് പാടി വേണ്ടി 10 മിനിറ്റ് അങ്ങ് പോയി. അതാ പറ്റിപ്പോയത്. मैं ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേക്കണേ. ध्यान से सुनना. അവൻ ഈ ലാഭം വിചാരിച്ചു ആ പരിപാടി വേണ്ട. लाबान ने सोचा ना तो गोरा ना तो काला ना देंगे. വെള്ളയും വേണ്ട, കറുപ്പും വേണ്ട, ചുമലയും വേണ്ട. कोई भी कलर उनको नहीं देंगे. വര ഉള്ളത്, പുള്ളി ഉള്ളത്. उसने सोचा जो निशान है बीच में जो निशान है वो देंगे. മൊത്തത്തിൽ നോക്കിയപ്പോൾ ഇല്ലാണ്ട് 10-15 വരയും പുള്ളി ഉള്ളൂ. और मेमनों सबको देके लगभग 10-15 जो निशान लगाएगा मेमना. ലാഭം ചിന്തിച്ചു ഇനിയും ഈ വരയും പുള്ളി ഉണ്ടാകാൻ പോകുന്നേ ഇത്രയും നാളും വരയും പുള്ളി ഇല്ലായിരുന്നു. लाबान ने सोच लिया अभी तो आगे जो मेमना है ऐसा बच्चे को जन्म नहीं देंगे. എല്ലാവരും പ്രാർത്ഥിച്ചോണ്ട് വലിയൊരു വിടുതൽ ഇറക്കാൻ പോകുക. आमेन. വരയും പുള്ളി ഇത്രയും നാളും ഇല്ല. വരയും പുള്ളി ഇത്രയും നാളും ഇല്ല. या अब तक केवल 15 ही मेमना ऐसा है उसका ऊपर निशान है. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, വരയും പുള്ളി അവനെടുത്തോട്ടെ. इसलिए ऐसा मैं करूंगा जो 15 है उनको देगा. നമ്മളങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്ന കോഴിയല്ലേ ആരും വരുമ്പോൾ കണ്ടിരിക്കുന്നേ. हम लोग ऐसा करते जो मुर्गी बीमार है उसको हम काट के मेहमान को देंगे. ഏതായാലും പോകാം, എന്നാ പിന്നെ പോട്ടെ. इसे तो मरने जा रहे हैं उसको मेहमान को खिला देते हैं. വരയും പുള്ളി ഉള്ളത് കുറവാണ്, അതുകൊണ്ട് അത് നീ എടുത്തു. जो निशान लगाए हो बहुत कम संख्या में उसको याकूब को देंगे. കേട്ടപ്പൻ യാക്കോബിന് നെഞ്ചത്തിൽ ബോംബിടുന്ന പോലെ ആയിപ്പോയി. ये बहुत लाबान से सुना याकूब इतने डर गया, इतने चिंतित हो गया. 20 വർഷം യവനെ സേവിച്ചിട്ട് നുള്ളിപ്പറിക്കാൻ 50 എടുക്കാനില്ല. 20 साल मेरे वहां पर परिश्रम की मुझको केवल उंगली परिमित मेमनों को दे रहे. പാസ്റ്റർമാരെല്ലാം കേട്ടോളൂ. बस मान लोग भी सुन रहे. ദൈവത്തിന്റെ പരിപാടി ഞാൻ പറയാൻ പോവുക. परमेश्वर का योजना मैं बताने जा रहा हूँ. യാക്കോബ് അപ്സെറ്റ് ആയില്ല. याकूब तो डरा नहीं. യാക്കോബ് ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കി. याकूब परमेश्वर के सामने घुटना टेका. ദൈവം പറഞ്ഞു, परमेश्वर ने कहा മോനെ യാക്കോബേ, ए याकूब बेटा നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ जब तुम घर से निकला, നീ കാട്ടിൽ ഒറ്റയ്ക്ക് കിടന്നപ്പോൾ जब आप जंगल में अकेले था, ഞാൻ സ്വപ്നത്തിൽ ഇറങ്ങി വന്നില്ലേ? मैं सपना में आपका सामने उतरा. നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു मैं तुमसे इस प्रकार कहा ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന്? मैं तुझे आशीष दूंगा. ഞാൻ ബഥേലിന്റെ ദൈവം നിന്നോട് പറഞ്ഞില്ലായിരുന്നു? मैंने आपसे कहा मैं तुम्हारे पिताजी का परमेश्वर हूँ. അത് ഞാൻ ബഥേലിന്റെ ദൈവമാണ് കേട്ടോ. मैं बधेल में तुमको उत्तर किया आया वही परमेश्वर में. 20 വർഷം കഴിഞ്ഞാലും ഞാൻ ബഥേലിന്റെ ദൈവമാണ്. चाहे 20 साल बीत जाए मैं तुम्हारा परमेश्वर हूँ. 30 വർഷം കഴിഞ്ഞാലും ഞാൻ ബഥേലിന്റെ ദൈവമാണ്. चाहे 30 साल बीत जाए मैं तुम्हारा परमेश्वर हूँ. 40 വർഷം കഴിഞ്ഞാലും ഞാൻ ബഥേലിന്റെ ദൈവമാണ്. चाहे 40 साल निकल जाओ मैं तुम्हारा परमेश्वर हूँ. ജനത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ ബഥേലിന്റെ ദൈവമാണ്. मैं आपसे बताना चाहता हूँ जो परमेश्वर आपका ही परमेश्वर है. അതിന് ഞാൻ നിന്നോട് ട്രിക്ക് പറഞ്ഞു തരാൻ പോവുക. मैं क्लू आपको देना चाहता हूँ. ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു അഭിപ്രായം പറയാ. मेरा एक अभिप्राय बताना चाहता हूँ. ദൈവം യാക്കോബിന് കൊടുത്ത ക്ലൂ, ദൈവം യാക്കോബിന് കൊടുത്ത ഒരു ട്രിക്ക്.
परमेश्वर ने याकूब को एक क्लू दे दिया 31 അധ്യായത്തിന്റെ 10ാമത്തെ വാക്യമാണത്. 31 अध्याय 10 आयत. വായിച്ച മോളെ, ആടുകൾ ചനയേൽക്കുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകൾ വരയും പുള്ളിയും മറുവുമുള്ളവ എന്ന് കണ്ടു. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ എന്നോട് യാക്കോബേ എന്ന് വിളിച്ചു. ഞാനിതാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ, നീ തല പൊക്കി നോക്കുക, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളെ ഒക്കെയും വരയും പുള്ളിയും മറവുമുള്ളവയല്ലോ. ലാഭം നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. നിങ്ങൾ നോക്കണേ, ഇനി എല്ലാവരും ബൈബിൾ അടച്ചു വെച്ചോ. ഫൈനലാ, ഈ ഇന്നത്തെ മെസ്സേജിന്റെ ഫൈനലാ. അവന്റെ അപഹരിക്കപ്പെട്ട നന്മ തിരിച്ചു പിടിക്കാൻ ദൈവം സ്വപ്നത്തിൽ ഇടപെട്ടു. जो चीज उनका हाथ से नष्ट हो गए वो चीज वापस लेने में परमेश्वर स्वप्न में उतर गया. ഇനി മെസ്സേജ് ആരും മറന്നു പോകല്ലേ. ये संदेश कोई भी भूल नहीं जाना. എന്നെ മറന്നാലും മെസ്സേജ് മറക്കല്ലേ. चाहे आप मुझे भूल जाओ, संदेश भूल नहीं जाना. ദൈവം പറയാ, परमेश्वर कह रहा है, മോനെ ഇപ്പൊ എല്ലാവരും 5 6 വരയും പുള്ളിയുള്ളൂ ഉള്ളൂ. परमेश्वर याकूब से कहा संख्या में कुछ ही मेमना बकरियां आपका सामने. രാത്രി പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ तुम रात को प्रार्थना करके सोते वक्त ഈ ഉറക്കത്തിൽ സ്വപ്നം കാണണം. तुम रात को नींद में सपना देखेंगे. നിനക്ക് ഞാൻ തരാനുള്ള ആടുകളെ ഇണചേരുമ്പോൾ വരയും പുള്ളിയും ഉള്ളതായി പുറത്ത് വരുന്നതായിട്ട് നീ സ്വപ്നം കാണണം. तुम रात को सोते वक्त नींद में सपना देख रहे, तुम्हारा जो आशीष जो मिलने जा रहे मैं बढ़ाना जा रहा हूँ. സിമ്പിളായ ഒരു കാര്യം. एक सरल बात है ये, സ്വപ്നത്തിലുള്ള ദൈവത്തിന്റെ ഇടപെടൽ. जो सपना में परमेश्वर आपसे बातें कर रहा है. സ്തോത്രം. आमीन. അവിടെ ഗ്രൗണ്ടിൽ, അവിടെ മരുഭൂമിയിൽ ആടുകൾ ഇണചേരുമ്പോൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ദർശനത്തിൽ സ്വപ്നത്തിൽ നിന്നാൽ അവിടെ മരുഭൂമിയിൽ ദൈവം നിന്റെ നന്മകൾ വർദ്ധിപ്പിക്കും. रात के समय, नींद के समय में आप सपना में परमेश्वर से बातें करने से जो आशीष आपको बढ़ाना है, परमेश्वर चाहे जंगल हो चाहे कहीं भी हो, परमेश्वर आपको आशीष को बढ़ाएंगे. ഇന്ന് പകലത് സംഭവിക്കുക. आज ये संभव होने जा रहा है. നീ ഇവിടെ സ്വപ്നം കാണുമ്പോൾ हमें तुम यहाँ पर बैठ के आत्मा में सपना देखते वक्त ചില രാജ്യങ്ങളിൽ വള്ളിയും മറുകും ഉള്ള ചിലതിനെ ദൈവം ജനിപ്പിക്കാൻ പോകയാ. आज परमेश्वर कुछ उत्पन्न करने जा रहे हैं, इसके लिए निशान है, इसके लिए अलग अलग कलर है. തലമുറയില്ലാത്ത നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ഇന്നിവിടെ ഇരുന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ആരാധിക്കുമ്പോൾ അവിടെ ചില പുതിയ ജനനങ്ങൾ നടത്താൻ എന്റെ ദൈവത്തിന് കഴിയും. जिसका संतान के लिए संतान नहीं है, आप सपना देख के आराधना करो. विदेश में आपका संतानों के लिए परमेश्वर कार्य करेगा. ഇതെനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാക്കുന്നില്ല. जीसस. സ്തോത്രം. നിന്റെ സ്വപ്നമാണ് നാളത്തെ അത്ഭുതം. आज का आपका सपने भविष्य में एक ശലോമോന് സ്വപ്നത്തിൽ വെളിപ്പെട്ട ദൈവം യാക്കോബിനും വെളിപ്പെട്ടെന്ന്. जो सुलेमान का सामने परमेश्वर उतर के आए, यही परमेश्वर याकूब का सामने നിന്റെ നന്മകളെ തടഞ്ഞു വെച്ച ആ കെട്ട് നീ രാത്രിയിലത്തെ പ്രാർത്ഥനയിൽ സ്വപ്നത്തിൽ അഴിക്കണം. आमीन. तुम्हारा खिलाफ जो भी आशीष है बांध के रखा होगा शैतान का कार्यों को रात को नींद वक्त स्वप्न में आपको उसको छोड़ना है. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ദൈവം ഉപയോഗിച്ച സകല ഭക്തന്മാരും സ്വപ്നത്തിൽ പോരാടിയവരാണ്. पिछले वर्षों में जो भक्तों को हो परमेश्वर ने इस्तेमाल किया, वे लोग रात को नींद का समय में स्वप्न में परमेश्वर से बातें किया. റെയ്നഡ് ബോംഗെ ആഫ്രിക്കയെ സ്വപ്നം കണ്ടു പ്രാർത്ഥിച്ചു. और बोंगे के बारे में हम सुनने अफ्रीका के बारे में स्वप्न में देख के प्रार्थना की. കോടിക്കണക്കിന് ആൾമക്കളെ റെയ്നഡ് ബോംഗെ ആഫ്രിക്കയിൽ നേടാൻ കാരണം തന്റെ സ്വപ്നമാണ്. और भक्त का स्वप्न यही था, अफ्रीका में मुझे कई गुण आत्मा मिल रहा है. ബില്ലി ഗ്രഹാം സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ലോക രാജ്യങ്ങളിൽ 141 രാജ്യങ്ങളിൽ സാറ്റലൈറ്റ് വഴിയായി ദൈവത്തിന് സന്ദേശം അറിയിച്ചു. बिल्ली ग्राम ने स्वप्न में परमेश्वर से बातें की और लगभग 140 साल 40 देशों में उन्हें सुसमाचार पहुंचाया. ഡിഎൽ മൂഡി സ്പർജൻ തുടങ്ങിയുള്ള ദേവദാസന്മാർ സ്വപ്നത്തിൽ പോരാടിയതുകൊണ്ടാണ് അവർ ജയിച്ചത്.
और डीएल मूडी और स्पर्जन में वे लोग भी, वे भक्त लोग भी स्वप्न में परमेश्वर से बातें की, वे विजयी हुए। 100 വർഷത്തിന് മുമ്പേ പാസ്റ്റർ കെ എബ്രഹാം ആത്മാവിൽ സ്വപ്നത്തിൽ പോരാടി ഇന്ന് സഭകൾ സ്ഥാപിക്കപ്പെട്ട് ഭാരതത്തിലെ വലിയ സഭയായി IPC മാറി. और कई अब्राहम ने 100 साल पूर्व स्वप्न में परमेश्वर से प्रार्थना की और बातें की और IPC संस्था इतने बढ़ गया। നേരിട്ട് വായി വരുന്നത് കോതയ്ക്ക് പാട്ട് പ്രാർത്ഥിക്കുന്ന രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ സ്വപ്നം കാണണം. ഇത് സ്വപ്നം കാണണം. मैं आपसे बताना चाहता हूँ रात को नींद का वक्त भी सपना देखना है। അമ്മ ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് ഇന്ന് സമയമില്ല. मेरे पास इतने समय नहीं सब कुछ बताने के लिए। എന്റെ അനുഭവം ഞാൻ പറയാം. मेरा अनुभव में बताना चाहता हूँ। 1991 നവംബർ മാസം 29-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30 മണിക്ക് പഞ്ചാബിൽ പത്താംകോട്ട് പാസ്റ്റർ ജേക്കബ് ജോൺ ആരാധനാലയത്തിൽ ഇരിക്കുമ്പോൾ ദൈവം എനിക്ക് സ്വപ്നത്തിൽ വെളിപ്പെട്ടു വന്നു. जब मैं सन 1991 में नवंबर महीना में जो पंचायत में उपवास प्रार्थना में बैठा था, एक दिन 10:30 बजे परमेश्वर ने मुझे एक दर्शन ഞാൻ दिया। ഉണർന്നിരിക്കുകയായിരുന്നെങ്കിലും ഞാൻ ഒരു ആത്മവിവശതയിലായി. यदि मैं 10:30 बजे तो भी तो जग के बैठा था, फिर भी मैं आत्मा में उठ गया। ദൈവം എന്നോട് പറഞ്ഞു, നീ നിന്റെ ജോലി രാജിവെച്ച് എൻ്റെ വേല ചെയ്യണമെന്ന് ദൈവം എന്നോട് നേരിട്ട് ഇടപെട്ടു. परमेश्वर ने मुझसे कहा अपना नौकरी से इस्तीफा देना और सेवाई करने के लिए बोला। അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ, उस दिन रात में जब सोते वक्त ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ मैं जब सो रहा था, സ്വപ്നത്തിൽ ദൈവം എൻ്റെ അടുക്ക് ഇറങ്ങി വന്നു. स्वप्न में परमेश्वर ने मुझे मेरे पास उतर गया। രണ്ട് കാഴ്ച കാണിച്ചു. രണ്ട് കാഴ്ച. 2 दर्शन मुझे दी। ഒന്ന്, ഞങ്ങളുടെ വീടിന്റെ സൈഡിലുള്ള കപ്പയെല്ലാം പറിച്ചിട്ട് അവിടെ വലിയ പന്തൽ കിടക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്ന് ആരാധിക്കുന്നു. पहले दर्शन यही है, हमारा जो घर के आजू बाजू में मैदान बनाकर हजारों लोग वहां पर आके आराधना कर रहे हैं। രണ്ട്, തിരുവല്ല പട്ടണത്തിൽ ഞാൻ മൈക്കുമായി നിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ മുമ്പിൽ നിൽക്കുന്നു. दूसरा दर्शन ये थी और तिरुवल्ला शहर में मैं ऐसा प्रचार कर रहे, हजारों लोग वहां पर आ रहे। രണ്ട് സ്വപ്നം. 2 स्वप्न। രാവിലെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ जब मैं सुबह प्रार्थना के लिए आया था, ജേക്കബ് ജോൺ ചേട്ടാ, കഴിഞ്ഞ രാത്രി എനിക്ക് ദൈവം ഒരു ദർശനം തന്നു. पास्टर जैकब जॉन भी कहा मुझको भी एक दर्शन मिला है। നമ്മൾ നാട്ടിൽ പോയി 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തുന്നു. जैकब जॉन ने मुझसे कहा हम घर वापस जाके वहां पर 21 दिन को उपवास प्रार्थना सभा करेंगे। ധാരാളം പേര് കൃപയിലേക്ക് വരുന്നു. ज्यादा से ज्यादा लोग अनुग्रह में आने जा रहे हैं। അമ്മ നീ തിരുവല്ലയിൽ ഒരു വലിയ വേല തുടങ്ങുന്നു. आप तिरुवल्ला में एक चर्च शुरू करेंगे। ഞാൻ കണ്ട അതേ ദർശനം ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. और मैंने जो दर्शन देखा वही दर्शन जैकब जॉन को भी उसी दिन दिया। ഇനി ആരെല്ലാം പറയുക ഇത് ശരിയല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയേ ഇല്ല. ഞാൻ കണ്ട ദർശനം നടത്താൻ എന്റെ ദൈവം ശക്തനാണ്. चाहे कोई भी कुछ भी कहे, मैं डरता नहीं। जो परमेश्वर ने मुझे दर्शन दिया वो परमेश्वर से वही भी पूरा करेगा। അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 1000 കുടുംബങ്ങൾ 1000 ശുശ്രൂഷ ഇവിടെ തരുമെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. इसलिए मैं कहता हूं प्रभु इस शहर से 1000 परिवार 1000 सेवक हमें देंगे। എന്റെ സ്വപ്നം ഞാൻ പറയാം. मेरा स्वप्न में बताना चाहता हूं, ഞാൻ കണ്ണടയുന്നതിന് മുമ്പേ मेरा आंख बंद होने से पहले 10,000 കൂടുന്ന ഒരു മെഗാ ചർച്ച് ഈ തിരുവല്ല ദൈവം നമുക്ക് തരുമെന്ന് ഞാൻ പൂർണ്ണമായി വാക്കാലോ ആത്മാവിൽ വിശ്വസിച്ച് സ്തോത്രം പറയുകയാണ്. सचमुच में विश्वास करता तिरुवल्ला शहर में 1000 नहीं 10,000 लोग जुड़ होने वाला एक कलीसिया प्रभु हमें देंगे। എന്റെ വിശ്വാസം ചേർന്ന് നിൽക്കാൻ കഴിയുന്നവർ മാത്രം കൈ അടിച്ച് ഉറക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. मेरे विश्वास का साथ मिलने वाला तालियों बजा के प्रभु को धन्यवाद दे दीजिए। ഇന്നലെ രാത്രിയുടെ ശുശ്രൂഷ ദേവദാസർ ദൂത് പറഞ്ഞു. ഇന്നലെ രാത്രി कल रात को यहाँ पर सेवाएं की होगा, परमेश्वर का दास ने ऐसा संदेश मुझको दिया। പാസ്റ്റർ, ഇതല്ല നിങ്ങളുടെ സ്ഥലം. परमेश्वर का दास ने कहा हे पास्टर ये जगह तलकाल के भला थोड़ी देर के लिए। വിശാലമായ കാർ പാർക്കിങ്ങോട് ചേർന്നൊരു വലിയ ഗ്രൗണ്ട് തിരുവല്ലയിൽ ദൈവം ഒരുക്കാൻ പോകുകയാണ്. पास्टर ने मुझसे कहा बड़ी जमीन आपको देगा और ग्राउंड आपको देगा। ഈ ആള് കണ്ട നിങ്ങളെ താടി കൈ കൊടുത്തോണ്ടിരിക്കണ്ട. इतने लोगों को देख के आप सब कुछ हो गया बोल के नहीं बैठना। സ്വപ്നം വലുതാണോ ദൈവത്തിന്റെ പ്രവൃത്തിയും വലുതായി ദൈവം ചെയ്യും. यदि आपका सपना जितने बड़ा है ऐसा परमेश्वर भी अपना कार्य करेगा। പ്രാർത്ഥനാ മുറിയിലെ സ്വപ്നങ്ങൾ യാക്കോബിനെ വരയും പുള്ളിയും ഉള്ളതാക്കി മാറ്റിയെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ ഈ ആഴ്ച വിദേശ രാജ്യങ്ങളില് എവിടെ നിന്റെ തലമുറയാണോ അവിടെ ദൈവം ചില വരയും പുള്ളിയും ഉള്ളത് ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്വന്തം പറ. आपका प्रार्थना का कमरा में आराधना करते वक्त विदेश में आपका संतान के लिए परमेश्वर कुछ निशान कुछ अद्भुत कार्य करने जा रहे हैं। ക്ഷമിക്കണം. ഇനി പാടാനും നമുക്ക് സമയമില്ല. गीत गाने के लिए हमारे पास समय नहीं है.
സ്വതരാജ്യ സമയത്ത് പാടുന്ന പാട്ടാണ് ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പാട്ടായി മാറാം. ഇതിപ്പോൾ തിരുവത്തരം എടുക്കാൻ പോകുകയാണ്. आज चंदा लेते वक्त हम गीत गाएंगे, उस गीत से अब संतृप्त होना है ഇതിന്റെ ബാക്കി അടുത്ത ആഴ്ച തുടരും. और हम बाद में ഈ बधाएंगे. ആഴ്ച പുതിയ സ്വപ്നങ്ങൾ കാണും. 10 മണിയായി. 10 बजे होने वाला है. ഇനി 1 മണിക്കൂർ നമ്മുടെ മുമ്പിലുള്ളൂ. 1 घंटा बाकी अभी. ആമേൻ. പുതിയ സ്വപ്നങ്ങൾ കാണണം. नए नए स्वप्न देख रहे हैं സ്വപ്നത്തിൽ ഇറങ്ങി വരുന്ന ദൈവകൃപ. और स्वप्न में दर्शन में उतर के आने वाला परमेश्वर. എല്ലാവരും എഴുന്നേറ്റ് सब लोग खड़े हो जाइए. കണ്ണടിച്ച് आंखें बंद कीजिए. പാട്ട് പാടാൻ സമയമില്ല. സ്തോത്രം മാത്രം गीत പറഞ്ഞേ. गाने के लिए हमारे पास समय नहीं. സ്തോത്രം മാത്രം പറഞ്ഞേ. हमें केवल धन्यवाद कीजिए. ആമേൻ. ശബ്ദം എടുത്ത് കണ്ണടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. शब्द उड़ाकर और धन्यवाद कीजिए. കണ്ണടിച്ച് സ്തോത്രം പറ. और सब लोग आंखों बंद करके धन्यवाद कीजिए. കൈകൾ അടിച്ച് സ്തോത്രം പറ. കൈകൾ അടിച്ച് तालियों बजा के धन्यवाद दिए. ചില ഭാരയും പുള്ളിയും ഉള്ളത് പുറത്തു വരട്ടെ.